हरि ओम हरि ओम। नारायण। हरि ओम। शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्च अर्थेष्वभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा दाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मप्रोज्झितकैतवोऽत्र परमो निर्मल्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तल्क्षणात्। निगमकल्पतरोर्गलितं फलं सुगमुगादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेदि तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदां तमोन्दं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुतः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्य इमा पुरो विभुः निर्माय शेते यदमुषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे
താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നാരായണ നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലെ ദ്വിതീയ അധ്യായം, രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. ആരംഭത്തിലെ 7 ശ്ലോകങ്ങളോ മറ്റാണ് കണ്ടത്. തുടർന്ന് കാണാം. ആദ്യം ഈ രണ്ടാം അധ്യായം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ് ഭാഗവതേ ദ്വിതീയസ്കന്ധേ ദ്വിതീയോധ്യായഃ. ശ്രീശുക ഉവാച. ഏവം പുരാ ധാരണയാ ആത്മയോനിഃ നഷ്ടാം സ്മൃതിം പ്രത്യവരുദ്ധ്യ തുഷ്ടാദ് തദാ സസർജേതമമോഘദൃഷ്ടിഃ യഥാപ്യയാത് പ്രാഗ് വ്യവസായ ബുദ്ധിഃ. ശാബ്ദസ്യ ഹി ബ്രഹ്മണ ഏഷ പന്ഥാ യന്നാമഭിർധ്യായതി ധീരവാർത്തൈഃ പരിഭ്രമൻ തത്ര ന വിന്ദതേർത്ഥാൻ മായാമയേ വാസനയാശയാനഃ. അത കവിർനാമസു യാവദർത്ഥഃ സ്യാദപ്രമത്തോ വ്യവസായ ബുദ്ധിഃ സിദ്ധേന്യഥാർത്ഥേന യതേ തത്ര പരിശ്രമം തത്ര സമീക്ഷമാണഃ. സത്യാം ക്ഷിതൗ കിം കശിപോഃ പ്രയാസൈഃ ബാഹൗ സ്വസിദ്ധേ ഹ്യുപബർഹണൈഃ കിം സത്യഞ്ജലൗ കിം പുരുധാന്നപാത്ര്യാ ദിഗ്വൽക്കലാദൗ സതി കിം ദുകൂലൈഃ ക്ഷീരാണി കിം പതിന സന്ധി ദിശന്തി ഭിക്ഷാം നൈവാംഗ്രിപ പരഭൃതഃ സരിതോപ്യശുഷ്യൻ രുദ്ധാ ഗുഹാ കിമജിതോ വദിനോ ബസന്നാൻ കസ്മാത് ഭജന്തി കവയോ ധനധുർമദാന്താൻ. ഏവം സ്വചിത്തേ സ്വതയേവ സിദ്ധഃ ആത്മാ പ്രിയോർത്ഥോ ഭഗവാനനന്ദഃ തം നിർവൃതോ നിയതാർത്ഥോ ഭജേത സംസാരഹേതൂപരമശ്ച യത്ര. കസ്താം ത്വനാദൃത്യ പരാനുചിന്താം ഋതേ പശൂൻ അസതീം നാമ യുഞ്ജ്യാത് പശ്യൻ ജനം പതിതം വൈതരണ്യാം സ്വകർമ്മജാൻ പരിതാപാൻ ജുഷാണം. കേചിത് സ്വദേഹാന്തർഹൃദയാവകാശേ പ്രാദേശമാത്രം പുരുഷം വസന്തം ചതുർഭുജം കഞ്ചരദാംഗശങ്കഗദാധരം ധാരണയാ സ്മരന്തി. പ്രസന്നവക്ത്രം നളിനായ ദക്ഷണം കദംബ കിഞ്ചൽക്കപിശങ്കവാസസം ലസൻ മഹാരത്ന ഹിരൺമയാംഗദം സ്ഫുരൻ മഹാരത്ന കിരീടകുണ്ടലം ഉന്നിദ്ര ഹൃത്പങ്കജകർണികാലയേ യോഗേശ്വരാസ്ഥാപിതപാദപല്ലവം ശ്രീലക്ഷ്മണം കൗസ്തുഭരത്നകന്ദരം അമ്ലാനലക്ഷ്മ്യാ വനമാലയാചിതം വിഭൂഷിതം മേഖലയാങ്കുലീയകൈഃ മഹാദനൈർനൂപുരകങ്കണാദിഭിഃ സ്നിഗ്ധാമലാകുഞ്ചിതനീലകുന്തളൈഃ വിരോചമാനാനനഹാസപേശലം
അധീനലീലാഹസിദക്ഷണോല്ലസദ്ഭ്രൂഭംഗ സംസൂചിതഭൂര്യനുഗ്രഹം ഈക്ഷേദചിന്താമയമേനമീശ്വരം യാവന്മനോധാരണയാവതിഷ്ഠത്തെ ഏകൈകശോങ്കാനിധിയാനുഭാവയേത് പാദാദിയാവദ്ഹസിതം ഗദാവൃതഃ ജിതം ജിതം സ്ഥാനമപോഹ്യ ധാരയേത് പരം പരം ശുദ്ധ്യതിധീര്യതാ യഥാ യാവന്ന ജായേത പരാപരേസ്മിൻ വിശ്വേശ്വരേ ദ്രഷ്ടരി ഭക്തിയോഗഃ താവൽ സ്തവീയ പുരുഷസ്യ രൂപം ക്രിയാവസാനേ പ്രയത സ്മരേത സ്ഥിരം സുഖം ചാസനമാശ്രിതോ യദി യഥാ ജിഹാസുർ ഇമമംഗലോകം കാലേ ച ദേശേ ച മനോ ന സജ്ജയേത് പ്രാണാൻ യച്ഛേത് മനസാ ജിദാസുഃ മനസ്വബുദ്ധ്യാ മലയാ നിയമ്യ ക്ഷേത്രജ്ഞ ഏതം നിനയേത്തമാത്മനി ആത്മാനമാത്മന്യവരുദ്ധ്യ ധീരോ ലബ്ധോപശാന്തിർവിരമേത കൃത്യാത് ന യത്ര കാലോ നിമിഷാം പരഃ പ്രഭുഃ കുതോ नु ദേവാ ജഗദാം യൈശിരേ ന യത്ര സത്വം ന രജസ്തമശ്ച ന വൈ വികാരോ ന മഹാൻ പ്രധാനം പരം പദം വൈഷ്ണവമാമനന്തി തദ്യന്നേതി നേതീതി ആദതുൽസി സൃക്ഷവഃ വിസൃജ്യ ദൗരാത്മ്യമനന്യ സൗഹൃദാഃ ഹൃദോ ബഗുഹ്യാർഹ പദം പദേ പദേ ഇത്തം മുനിസ്തു പരമേദ്യവസ്ഥിതോ വിജ്ഞാനദൃഗ്വീര്യസുരന്ദിതാശയഃ സ്വപാർഷ്ണിനാപീഡ്യ ഗുദം തതോനിലം സ്ഥാനേഷു ഷട്സു നമയേജ്ജിതക്ലമഃ നാഭ്യാം സ്ഥിതം ഹൃദി അതിരോപ്യ തസ്മാത് ഉദാനഗത്യോരസിതം നയേന്മുനിഃ തതോനുസന്ധായ ധിയാ മനസ്വി സ്വതാലുമൂലം ശനകൈർനയേതാം തസ്മാത് ഭ്രുവോരന്തരമുന്നയേത നിരുദ്ധ സപ്തായതനോനപേക്ഷഃ സ്ഥിത്വാ മുഹൂർത്താർദ്ധമകുണ്ഡദൃഷ്ടിഃ നിർഭിദ്യമൂർധൻ വിസൃജേത് പരം ഗതഃ യദി പ്രയാസ്യൻ നൃപ പാരമേഷ്ട്യം വൈഹായസാനാം ഉദയദ്വിഹാരം അഷ്ടാധിപത്യം ഗുണസന്നിവായേ സഹൈവ ഗച്ഛേത് മനസേന്ദ്രിയൈശ്ച യോഗേശ്വരാണാം ഗതിമാഹുരന്തർബഹിസ്ത്രിലോക്യാഃ പവനാന്തരാത്മനാം ന കർമ്മഭിസ്താം ഗതിമാപ്നുവന്തി വിദ്യാതപോ യോഗസമാധിഭാജാം വൈശ്വാനരം യാതി വിഹായ സാഗതഃ സുഷുമ്നയാ ബ്രഹ്മപഥേന ശോചിഷ വിദൂതകൽക്കോദ ഹരേരുദസ്താദ് പ്രയാതി ചക്രം നൃപശൈഷുമാരം തദ്വിശ്വനാഭിം ത്വദിവർത്യ വിഷ്ണോഃ അനീയസാ വിരജേനാത്മനൈകഃ നമസ്കൃതം ബ്രഹ്മവിദാമുപൈതി കൽപ്പായുഷോ യദ്വിബുധാരമന്ദേ അതോ അനന്തസ്യ മുഖാനലേന ദന്തഹ്യമാനം സ നിരീക്ഷ്യ വിശ്വം നിർയാതി സിദ്ധേശ്വരജുഷ്ടധിഷ്ണ്യം യദ്വൈപരാർദ്ധ്യം തതുപാരമേഷ്ട്യം ന യത്ര ശോകോ ന ജരാ ന മൃത്യുഃ നാർത്തിർന ചോദ്വേകഹൃദേ കുതശ്ചിത് യച്ചിത്തതോത കൃപയാനിദം വിദാം ദുരന്തദുഃഖപ്രഭവാനുദർശനാത് തതോ വിശേഷം പ്രതിപദ്യ നിർഭയഃ തേനാത്മനാപോ അനലമൂർത്തിരത്വരൻ ജ്യോതിർമയോ വായുമുപേത്യ കാലേ വായു ആത്മനാഖം ബൃഹദാത്മലിംഗം ഘ്രാണേന ഗന്ധം രസനേന വൈരസം രൂപം തു ദൃഷ്ട്യാ ശ്വസനം ത്വചൈവ ശ്രോത്രേണ ചോപേത്യ നഭോ ഗുണത്വം പ്രാണേന ചാഗൂതിമുപൈതി യോഗി സഭൂതസൂക്ഷ്മേന്ദ്രിയ സന്നികർഷം മനോമയം ദേവമയം വികാര്യം സംസാദ്യ ഗത്യാ സഹ തേന യാതി വിജ്ഞാനതത്വം ഗുണസന്നിരോധം തേനാത്മനാത്മാനമുപൈതി ശാന്തം ആനന്ദമാനന്ദമയോവസാനെ ഏതാം ഗതിം ഭാഗവതീം ഗതോ യഃ സ വൈ പുനർനേഹ വിസജ്ജതേംഗ ഏതേ ശ്രുതീതേ നൃപവേദഗീതേ ത്വയാഭിപൃഷ്ടേഹ സനാതനേ ച യേ വൈ പുരാ ബ്രഹ്മണ ആഹ പൃഷ്ട ആരാധിതോ ഭഗവാൻ വാസുദേവഃ ന ഹ്യതോऽന്യഃ ശിവഃ പന്ഥാ വിശദഃ സംസൃതൗ ഇഹ വാസുദേവേ ഭഗവതി ഭക്തിയോഗോ യതോ ഭവേത് ഭഗവാൻ ബ്രഹ്മകാൽസ്ന്യേന ത്രിരന്വീക്ഷ്യ മനീഷയാ തദദ്യവസ്യത്കൂടസ്ഥോരതിരാത്മന്യതോ ഭവേത് ഭഗവാൻ സർവഭൂതേഷു ലക്ഷിതസ്വാത്മനാ ഹരിഃ
ദൃശ്യൈർബുദ്ധ്യാദിഭിർദ്രഷ്ടാ ലക്ഷണൈരനുമാപകൈഃ തസ്മാത് സർവാത്മനാ രാജൻ ഹരിഃ സർവത്ര സർവദാ ശ്രോതവ്യഃ കീർത്തിതവ്യശ്ച സ്മർത്തവ്യോ ഭഗവാൻ നൃണാം പിബന്തി യേ ഭഗവത ആത്മനഃ സതാം കഥാമൃതം ശ്രവണപുടേഷു സംഭൃതം പുനന്തി തേ വിഷയവിദൂഷിതാശയം വ്രജന്തി തച്ചരണസരോരുഹാന്തികം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ പുരുഷസംസ്ഥാവർണ്ണനം നാമ ദ്വിതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. നാരായണ. അപ്പോൾ ഭാഗവതം ദ്വിതീയ സ്കന്ധം 1-ാം അധ്യായത്തിൽ സുഖബ്രഹ്മർഷി പരീക്ഷിതനായിക്കൊണ്ട് ഉപദേശം ആരംഭിച്ചു. ആദ്യമായിട്ട് മരണം ആസന്നനായിട്ടുള്ള ഒരാൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ ആരംഭിച്ചതാണ്. വീട്ടിൽ നിന്നിറങ്ങി കാട്ടിൽ വന്ന് ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവത് ധ്യാനം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ ഒരു പ്രത്യേക രൂപത്തെ ധ്യാനിക്കാൻ കഴിയാത്തവർക്കായിക്കൊണ്ട് ഭഗവാന്റെ വിരാട് രൂപത്തെ ധ്യാനിക്കാനായിക്കൊണ്ട് വിശദമായി പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും ധ്യാനിക്കാൻ എളുപ്പമുള്ള രൂപമാണ് ഭഗവാന്റെ വിരാട് രൂപം. കാരണം നമ്മൾക്ക് എപ്പോഴും അനുഭവമുള്ളതാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ നമുക്ക് മുമ്പിൽ സത്യമായി പ്രകാശിക്കുന്ന ഈ വിശ്വത്തെ തന്നെ വിശ്വനാഥൻ്റെ മൂർത്തിയായി ധാരണ ചെയ്തുറപ്പിക്കാനായിട്ട് പറഞ്ഞു കൊടുത്തു. വിരാട് പുരുഷ ധ്യാനം അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് 2-ാം അധ്യായം ആരംഭിച്ചത്. ബ്രഹ്മദേവനും ഇപ്രകാരം വിരാട് പുരുഷ ഉപാസന ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് പൂർവകൽപ്പത്തിലെ സ്മരണ ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്ത് സൃഷ്ടിക്കുവാനുള്ള ശക്തിയൊക്കെ കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചു. ആ വേദം ഭഗവാൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ആ വേദത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണോ എന്നുള്ള ശങ്ക ഉണ്ടാവാം. അത് വേദത്തിൻ്റെ പൂർവഭാഗം കർമ്മകാണ്ഡം, അത് പ്രവൃത്തിധർമ്മമാണ്. ഉത്തരഭാഗമാണ് നിവൃത്തിധർമ്മം. ആ നിവൃത്തിധർമ്മമാണ് വാസ്തവത്തിൽ അഭികാമ്യമായിട്ടുള്ളത്. പക്ഷെ എല്ലാവർക്കും അതിന് സാധിക്കില്ല. മായയാൽ മോഹിതരായിട്ടുള്ള ആളുകൾ, അവരവരുടെ വാസനയിൽ കുടുങ്ങിക്കിടക്കുന്നവർ, അവർ ഈ മായാമയമായ വിവിധ ലോകങ്ങളിൽ ഭ്രമിച്ചുകൊണ്ട്, വിവിധ വിഷയങ്ങളിൽ ഭ്രമിച്ചുകൊണ്ട് വൈദികങ്ങളായ വിവിധ കർമ്മങ്ങളെ ചെയ്ത് വിവിധ ഭോഗങ്ങളെ അനുഭവിക്കുവാൻ കൊതിക്കുന്നു. അങ്ങനെയുള്ളവർ സംസാരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്നാൽ വിവേകിയായിട്ടുള്ള ഒരാൾ, കവി, അയാൾ എന്ത് ചെയ്യണം? ഈ നാമരൂപാത്മകമായ പ്രപഞ്ചത്തിൽ എത്രമാത്രം പ്രയോജനമുണ്ടോ അത്രമാത്രമേ അതിനെ ആശ്രയിക്കേണ്ടതുള്ളൂ. അതിന് അമിതമായിട്ടുള്ള വില നമ്മൾ നൽകേണ്ടതില്ല. അമിതമായ പ്രാധാന്യം നൽകേണ്ടതല്ല ഈ ലോകം. അതിനെ നിസ്സാരമായി കരുതുക. നമുക്ക് അത്യാവശ്യം വേണ്ടത് മാത്രം അതിൽ നിന്ന് എടുക്കുക. ഏറ്റവും സിമ്പിളായിട്ട് ജീവിക്കുവാൻ അഭ്യസിക്കുക. എത്രത്തോളം നമ്മുടെ ആവശ്യങ്ങൾ കുറയുന്നുവോ അത്രത്തോളം ജീവിതം സ്വസ്ഥമാകും, സമാധാനപൂർണമാകും, സുന്ദരമാകും. അതുകൊണ്ട് യാവത് അർത്ഥ, നമുക്ക് എത്രത്തോളം പ്രയോജനമുണ്ടോ
അതിൽ മാത്രം ശ്രദ്ധയോടെ അതുമാത്രം സമ്പാദിച്ചുകൊണ്ട് വ്യവസായ ബുദ്ധിയായി അപ്രമത്തനായി മറ്റുള്ള വിഷയങ്ങളെ സമ്പാദിക്കുന്നതിലുള്ള കഷ്ടപ്പാടുകളെ നല്ലപോലെ നോക്കിക്കണ്ട് അതിൽ നിന്ന് പിന്തിരിയണം. ഇനി എന്തിനാ നമ്മൾ പ്രയാസം? ഈ നമ്മുടെ ശരീരത്തെ നിലനിർത്താനാണോ ഈ കഷ്ടപ്പാടുകളൊക്കെ? ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും വേണ്ടിയാണോ ഈ കഷ്ടപ്പാടുകളൊക്കെ? എങ്കിൽ പ്രകൃതി തന്നെ അതെല്ലാം ഇഷ്ടം പോലെ തന്നിട്ടുണ്ടല്ലോ. എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യന് മാത്രം എന്തിനാ ഈ പെടാപ്പാട്? ഭൂമിയുള്ളപ്പോൾ എന്തിനാ കിടക്കൊക്കെ അന്വേഷിക്കുന്നത്? ഭൂമിയുള്ളപ്പോൾ എന്തിനാ നിങ്ങൾ കിടക്കയ്ക്ക് വേണ്ടി പെടാപ്പാടുപെടുന്നത്? ഭൂമി മാതാവ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ സ്വന്തം കൈയുള്ളപ്പോൾ തലയിണയ്ക്ക് വേണ്ടി എന്തിനാ പ്രയാസപ്പെടുന്നത്? ഭക്ഷണം കഴിക്കാൻ കൈയാകുന്ന അഞ്ജലിയാകുന്ന പാത്രമുള്ളപ്പോൾ എന്തിനാ പാത്രങ്ങൾക്ക് വേണ്ടി അലയുന്നത്, പാത്രങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്? ദിക്ക് തന്നെ വസ്ത്രമായിരിക്കുമ്പോൾ എന്തിനാ പട്ടുവസ്ത്രങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പെടാപ്പാടുപെടുന്നത്? വഴിയിലൊക്കെ കീറത്തുണികൾ കിടക്കുന്നില്ലേ? നിങ്ങൾക്ക് വസ്ത്രം വേണമെങ്കിൽ തന്നെ. വൃക്ഷങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് നിർത്തിയോ? ജലാശയങ്ങളൊക്കെ വറ്റിപ്പോയോ? നദികളൊക്കെ ഒഴുകുന്നത് നിലച്ചുവോ? ഗുഹകളൊക്കെ നിങ്ങളുടെ നേരെ കൊട്ടി അടയ്ക്കപ്പെട്ടുവോ? ഭഗവാൻ നിങ്ങളെ രക്ഷിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞുവോ? എന്തിനാണ് പിന്നെ ധനദുർമതന്മാരായ അന്ധന്മാരായ ആളുകളെ വിവേകികൾ ചെന്ന് സേവിക്കുന്നത്? ദുർമതന്മാരായിട്ടുള്ള ആളുകളെ അല്ല സേവിക്കേണ്ടത്, ഭഗവാനെയാണ് സേവിക്കേണ്ടത്. അപ്പോൾ വേണ്ടതെല്ലാം പ്രകൃതി നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഇങ്ങനെ സ്വന്തം ചിത്തത്തിൽ സ്വതസിദ്ധനായിരിക്കുന്ന പ്രിയനും ഏറ്റവും പ്രയോജനമുള്ളവനും ഭഗവാനും അനന്തനുമായിട്ടുള്ള ആത്മസ്വരൂപനായ നിർവൃതനായ നിയതാർത്ഥനായ ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത്. ആ ഭഗവാനെ ഭജിക്കുമ്പോഴാണ് എത്ര സംസാരഹേതു ഉപരമഃ, സംസാരവും അതിൻ്റെ കാരണമായിട്ടുള്ള അജ്ഞാനത്തിൻ്റെയും നാശം സംഭവിക്കുന്നത് ഈ ഭഗവത് ഭജനം കൊണ്ടാണ്. അല്ലാതെ ഈ പരാനുചിന്തയെ അനാദരിച്ചുകൊണ്ട് പശുക്കളല്ലാതെ ആരാണ് ഈ വിഷയങ്ങളുടെ പുറകെ പോവുക? ഇതിൻ്റെ പുറകെ പോയി നരകങ്ങളിൽ പതിച്ചു കിടക്കുന്ന, വൈതരണിയിൽ പതിച്ചു കിടക്കുന്ന ജനങ്ങളെ കണ്ടിട്ട് ഇനിയും അത് തന്നെ വേണോ നിങ്ങളും പിന്തുടരാൻ? അതേ മാർഗം തന്നെ പിന്തുടരുകയാണോ വേണ്ടത്? മുമ്പിൽ വീണ് കിടക്കുന്ന ആളുകളെ കാണുന്നില്ലേ? അവർക്ക് പറ്റിയ അതേ അബദ്ധം തന്നെ നിങ്ങൾക്കും തുടർന്നും പറ്റണോ? അതുകൊണ്ട് അവരുടെ പുറകെ അല്ല പോകേണ്ടത് വിവേകികളുടെ പുറകെയാണ്. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന് ഉപനിഷത്ത് പറയുന്ന അതേ ആശയമാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി തുടർന്ന് അങ്ങനെ കാട്ടിലേക്ക് വന്നവർ ഭഗവാനെ ധ്യാനിക്കുന്ന വേറൊരു സമ്പ്രദായത്തെക്കുറിച്ച് അവതരിപ്പിക്കുകയാണ്. ഭഗവാന്റെ അംഗപ്രത്യംഗ ധ്യാനം, അത് ധ്യാനിച്ച് ഏകാഗ്രചിത്തരായി അവരുടെ മരണം ആസന്നമാകുമ്പോൾ അവർ സ്വയം നിശ്ചയിച്ച് ശരീരത്തിലുള്ള പ്രാണനെ ഊർധ്വമുഖമാക്കി
മൂർധാവിലൂടെ പ്രാണനെ ഭേദിക്കുന്ന ആ പ്രക്രിയയെ, യോഗികളുടെ ദേഹത്യാഗത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. അത് കഴിഞ്ഞ് ക്രമമുക്തി, സദ്യോമുക്തി, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മുക്തിയെക്കുറിച്ചും വർണ്ണിക്കുകയാണ്. സദ്യോമുക്തി എന്ന് പറഞ്ഞാൽ ഈ ദേഹം ത്യജിക്കുന്നതോടുകൂടി വേറൊന്നിലും കൊതിയില്ലാത്തതുകൊണ്ട്, മറ്റ് ലോകങ്ങളിലൊന്നും പോകാനില്ലാത്തതുകൊണ്ട് നേരെ ബ്രഹ്മപദം, ഭഗവത് പദം പ്രാപിക്കുന്നു. അത് സദ്യോമുക്തി, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മോക്ഷം. ദേഹം വെടിയുന്നതോടുകൂടി വിദേഹമുക്തി. മറ്റൊരു മുക്തി ക്രമമുക്തി എന്ന് പറയുന്നത് അവർക്ക് മറ്റു പല ലോകങ്ങളും അനുഭവിക്കുവാനുള്ള കൊതിയുണ്ട്. ഓരോ ലോകങ്ങളിൽ ചെന്ന് ഓരോ അനുഭവങ്ങൾ അനുഭവിച്ചിട്ട് വേണം പോകാനെന്ന് തോന്നുന്ന ആളുകൾ, അവർക്കുള്ളതാണ് ക്രമമുക്തി. ഓരോ ഊർധ്വലോകങ്ങളിൽ പോയി പിന്നീട് ബ്രഹ്മലോകത്തിലും എത്തിച്ചേർന്ന് പിന്നീട് അവിടുന്ന് ബ്രഹ്മാണ്ടം ഭേദിച്ച് സപ്ത ആവരണങ്ങളെയും ഭേദിച്ച് അതിനും അപ്പുറത്തുള്ളതായിട്ടുള്ള ഭഗവത് ഭാവത്തെ പ്രാപിക്കുന്നതായിട്ടുള്ള ആ ഗതി, ആ മോക്ഷം, ക്രമമുക്തി എന്ന് പറയുന്ന മുക്തി, അതാണ് പിന്നീടും പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം 8ാം ശ്ലോകം മുതൽക്ക്. കേചിത് സ്വദേഹാന്തർഹൃദയാവകാശേ പ്രാദേശമാത്രം പുരുഷം വസന്തം ചതുർഭുജം കഞ്ചരദാംഗശങ്കഗദാധരം ധാരണയാ സ്മരന്തി പ്രസന്നവക്ത്രം നളിനായ ദക്ഷണം കദംബ കിഞ്ചൽക്കപിശങ്കവാസസം ലസൻ മഹാരത്ന ഹിരൺമയാംഗതം സ്ഫുരൻ മഹാരത്ന കിരീടകുണ്ടലം ഉന്നിദ്രഹൃത്പങ്കജകർണികാലയേ യോഗേശ്വരാസ്ഥാപിതപാദപല്ലവം ശ്രീലക്ഷ്മണം കൗസ്തുഭരത്നകന്ദരം അമ്ലാനലക്ഷ്മ്യാവനമാലയാചിതം വിഭൂഷിതം മേഖലയാങ്കുലീയകൈഃ മഹാദനൈർനൂപുരകങ്കണാദിഭിഃ സ്നിഗ്ധാമലാകുഞ്ചിതനീലകുന്തളൈഃ വിരോചമാനാനനഹാസപേശലം അദീനലീലാഹസിതക്ഷണോല്ലസദ്ഭ്രൂഭംഗസംസൂചിതഭൂര്യനുഗ്രഹം ഈക്ഷേദചിന്താമയമേനമീശ്വരം യാവന്മനോധാരണയാവതിഷ്ഠത്തെ. ഒരു ധ്യാന സമ്പ്രദായത്തെക്കുറിച്ച് പറയണം. കേചിത് എന്ന് പറഞ്ഞാൽ ചിലര് യോഗികളായിട്ടുള്ള അഷ്ടാംഗ യോഗം അഭ്യസിച്ചിട്ടുള്ളതായിട്ടുള്ള ആളുകൾ, യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം സമാധി ഇതെല്ലാം അഭ്യസിച്ചിട്ടുള്ള ആളുകളെയാണ് ഇവിടെ കേചിത് എന്ന് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ സ്വദേഹാന്തർ ഹൃദയാവകാശേ, സ്വദേഹ അന്തർഹൃദയ അവകാശേ, സ്വന്തം ദേഹത്തിൻ്റെ അന്തർഭാഗത്തുള്ള ആ ഹൃദയ അവകാശം, അവകാശം എന്ന് പറഞ്ഞാൽ ആകാശം തന്നെയാണ്. അവകാശത്തിൻ്റെ മറ്റൊരു പര്യായം തന്നെയാണ് ആകാശം. അവകാശദായകത്വാത് ആകാശം, അക്കോമഡേഷൻ തന്നെയാണ് സ്പേസ്. സ്പേസ് എന്നാൽ നിർവചനം ദാറ്റ് വിച്ച് അക്കോമഡേറ്റ്സ്, യാതൊന്ന് മറ്റൊരു വസ്തുവിന് ഇരിക്കാൻ ഇരിപ്പിടം കൊടുക്കുന്നുവോ സ്ഥാനം കൊടുക്കുന്നുവോ അവകാശം ദാനം ചെയ്യുന്നത് കൊണ്ട് ആകാശം. അപ്പോൾ ഇവിടെയും ഹൃദയ അവകാശേ എന്ന് പറഞ്ഞാൽ ഹൃദയ ആകാശേ, ആ ഹൃദയമാകുന്ന സ്പേസിൽ, നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം സങ്കല്പിച്ചുകൊണ്ട് അവിടെ പ്രാദേശമാത്രം പുരുഷം വസന്തം. പ്രാദേശമാത്രം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ രൂപത്തിലുള്ളത് എന്നുള്ള അർത്ഥമാണ്. ചെറിയൊരു അല്പദേശം മാത്രം വ്യാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്കുഷ്ടമാത്ര പുരുഷ മധ്യേ ആത്മനി തിഷ്ഠതി എന്നൊക്കെ ഉപനിഷത്തുകൾ പറയും. അങ്കുഷ്ടമാത്ര പുരുഷ കടോപനിഷത്തിൽ പറയും, നിങ്ങൾ ഉള്ളിൽ ധ്യാനിക്കണം. അങ്കുഷ്ടമാത്രനായിട്ടുള്ള, അങ്കുഷ്ടമാത്രൻ എന്ന് പറഞ്ഞാൽ പെരുവിരലിൻ്റെ അളവോട് കൂടിയിട്ട് ഒരു പെരുവിരലിൻ്റെ വലിപ്പത്തിൽ
മധ്യേ ആത്മനി തിഷ്ഠതി എന്നും വേറൊരു ഭാഗത്ത് പറയും മധ്യേ വാമനമാസീനം. നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും ചെറിയ രൂപത്തിൽ വാമനനായിരിക്കുന്ന അങ്കുഷ്ടമാത്രനായ പുരുഷനെ നിങ്ങൾ ധ്യാനിക്കണം എന്ന്. അതാണ് ഇവിടെ പ്രാദേശമാത്രം പുരുഷം വസന്തം. ഒരു ചെറിയ ദേശം മാത്രം വ്യാപിച്ചിരിക്കുന്ന ഒരു പെരുവിരലോളം വലുപ്പമുള്ളതായിട്ടുള്ള ആ പുരുഷനെ നിങ്ങൾ ഹൃദയത്തിൽ ധ്യാനിക്കണം. കാരണം ഹൃദയത്തിൽ ഇപ്പം അത്രയും സ്പേസ് ഉള്ളൂ. അതുകൊണ്ട് അത്രയും സൂക്ഷ്മമായിട്ട് ധ്യാനിക്കാൻ പറഞ്ഞു. എന്നിട്ടോ ആ രൂപത്തിൽ എന്തൊക്കെ കൽപ്പിക്കണം? ചതുർഭുജം കഞ്ചരതാംഗ ശംഖഗദാധരം ധാരണയാ സ്മരന്തി. അങ്ങനെ ധ്യാനിക്കുന്നവർ സ്മരന്തി ധാരണയാ, ധാരണ കൊണ്ട് സ്മരിക്കുന്നു. എങ്ങനെയായിട്ട്? ഈ പുരുഷനെ ചതുർഭുജനായ പുരുഷനായിട്ട് 4 കൈകളുള്ളവനായി ധ്യാനിക്കുന്നു. കഞ്ചരതാംഗ ശംഖഗദാധരം. കഞ്ചം എന്ന് പറഞ്ഞാൽ താമരയാണ്. കം ജലമാണ്, ജലത്തിൽ ജനിച്ചത് കംജം, കമ്മിൽ ജനിച്ചത് കഞ്ചം. ശംഖിനെയും വേണമെങ്കിൽ കഞ്ചം എന്ന് പറയാം, പക്ഷെ ഇവിടെ ശംഖ ശബ്ദം വേറെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രഥാംഗ ശംഖ ഗദാധരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഞ്ചം താമര, രഥാംഗം ചക്രം, രഥത്തിന്റെ അവയവമാണ് ചക്രം, ശംഖം ശംഖം തന്നെ, ഗദ ഗദ തന്നെ. അപ്പോൾ പത്മം, സുദർശനം എന്ന ചക്രം, പാഞ്ചജന്യം എന്ന ശംഖം, കൗമോദകി എന്ന ഗദ, ഇങ്ങനെ 4 കൈകളിൽ 4 കാര്യങ്ങൾ ധരിച്ചു നിൽക്കുന്നവനായ ചതുർബാഹുവായ ആ പുരുഷനെ അല്പദേശത്തു മാത്രം ഹൃദയാവകാശത്തിൽ കുടികൊള്ളുന്നവനായി ഹൃദയകമലത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നവനായിട്ട് ധാരണയാ സ്മരന്തി, ധാരണ കൊണ്ട് സ്മരിക്കുന്നു. ആര്? കേചിത് യോഗിനഃ, ധ്യാനം പരിശീലിച്ചിട്ടുള്ള മഹാത്മാക്കൾ, ധ്യാനത്തിന്റെ പദ്ധതികളൊക്കെ വേണ്ട പോലെ അനുഷ്ഠിച്ചിട്ടുള്ളവർ, അങ്ങനെയുള്ളവർ ഭഗവാനെ ഇങ്ങനെ ധ്യാനിക്കുന്നു. അവരുടെ ഈശ്വര പ്രണിധാനം എന്നുള്ള പദ്ധതി ഉണ്ട്. അതിൽ നിയമങ്ങളിൽ വരുന്നതാണ് ഈശ്വര പ്രണിധാനം. ഈശ്വരനെ ധ്യാനിക്കുക, ഈശ്വര ചിന്ത ചെയ്യുക, ഈശ്വര പൂജാദികൾ ചെയ്യുക എന്നൊക്കെ യമനിയമങ്ങളിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവര് ധാരണയാ സ്മരന്തി. കേചിൽ സ്വദേഹാന്തർഹൃദയാവകാശേ പ്രാദേശമാത്രം പുരുഷം വസന്തം ചതുർഭുജം കഞ്ചരതാംഗശംഖഗദാധരം ധാരണയാ സ്മരന്തി. ഇനി ആ രൂപത്തെ ഒന്നുകൂടെ കൂടുതൽ അവയവങ്ങളെ വർണ്ണിച്ചു തരുന്നു നമുക്കും ധ്യാനിച്ച് അഭ്യസിക്കാൻ വേണ്ടി. അവരെങ്ങനെയാണ് ധ്യാനിക്കുന്നത് എന്ന് പറയണം. ആ ചതുർബാഹുവായ വിഷ്ണുവിന്റെ രൂപത്തെ വർണ്ണിക്കുന്നു. പ്രസന്നവക്ത്രം നളിനായ ദക്ഷണം കദംബ കിഞ്ചൽക പിശങ്കവാസസം ലസന്മഹാരത്നഹിരൺമയാംഗതം സ്ഫുരത് മഹാരത്ന കിരീടകുണ്ടലം. തുടരുന്നുണ്ട്. ഇത് 9ാമത്തെ ശ്ലോകം. പ്രസന്നവക്ത്രം നല്ല പ്രസാദിച്ചതായിട്ടുള്ള ഭാവം, മുഖം മന്ദസ്മിതത്തോടുകൂടി നമ്മുടെ നേരെ കാരുണ്യത്തോടുകൂടി കടാക്ഷിക്കുന്ന ഭാവം, വാത്സല്യത്തോടുകൂടി നമ്മളെ നോക്കുന്നു എന്ന ഭാവത്തിൽ ധ്യാനിക്കണം. പ്രസന്നവക്ത്രം നളിനായതേക്ഷണം. നളിനം താമര, അതിൻ്റെ ആയതം നല്ലതുപോലെ വികസിച്ചത്, അങ്ങനെയുള്ള മുഖത്തോടു കൂടിയവൻ അല്ലെങ്കിൽ കണ്ണുകളോട് കൂടിയവൻ. നളിനായ ദേക്ഷണൻ, താമര പോലെയുള്ള മനോഹരമായ കണ്ണുകളോട് കൂടിയവൻ, ഈക്ഷണത്തോടു കൂടിയവനും. കദംബ കിഞ്ചൽക പിശങ്കവാസസം. കദംബ പുഷ്പത്തിന്റെ കിഞ്ചൽക്കം എന്നാൽ കേസരം എന്ന് വെച്ചാൽ ഏത് പുഷ്പത്തിൻ്റെയും കേസരം മഞ്ഞ നിറമായിരിക്കും. അപ്പോൾ ആ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തോടു കൂടിയവൻ. പിശങ്കവാസസം, പിശങ്കം എന്നാൽ പട്ടാണ്, അല്ല, പിശങ്കം മഞ്ഞ നിറമാണ്, വാസസം വസ്ത്രം. അപ്പോൾ മഞ്ഞപ്പട്ട്, കേസരം പോലെയുള്ള, കദംബത്തിന്റെ കേസരം പോലെ പിശങ്കവർണ്ണത്തിലുള്ള വാസസം വസ്ത്രം ധരിച്ചിരിക്കുന്നവനും പീതാംബരം ധരിച്ചിരിക്കുന്നവനും. ലസൻ മഹാരത്ന ഹിരൺമയ അംഗതം.
പരിലസിക്കുന്നതായിട്ടുള്ള മഹാരത്നങ്ങൾ പതിച്ച സ്വർണമയമായിട്ടുള്ള അങ്കതങ്ങളോട് കൂടിയവനും തോൾവളകളോട് കൂടിയവനും സ്ഫുരൻ മഹാരത്ന കിരീടകുണ്ടലം, നല്ലതുപോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള പ്രഭയുള്ള രത്നങ്ങളോടുകൂടിയ മഹാരത്നങ്ങൾ പതിച്ച കിരീടവും കുണ്ടലങ്ങളും ധരിച്ചിരിക്കുന്നവനും. അപ്പൊ ശിരസ്സില് കിരീടവും കാതിൽ കുണ്ടലങ്ങളും ധരിച്ചിരിക്കുന്നവനായിട്ടും മൊത്തത്തില് രൂപത്തെ ഒന്നിങ്ങനെ സാമാന്യമായിട്ട് വർണ്ണിച്ചു. തുടർന്ന് എണ്ണി ഓരോ അവയവങ്ങളിൽ പറയുന്നു. ഉന്നിദ്രഹൃത് പങ്കജകർണികാലയേ യോഗേശ്വരാസ്ഥാപിത പാദപല്ലവം ശ്രീലക്ഷ്മണം കൗസ്തുഭരത്നകന്ധരം അമ്ലാനലക്ഷ്മ്യാ വനമാലയാചിതം. വീണ്ടും തുടരുന്നുണ്ട്, എങ്കിലും നോക്കിയിട്ട് പോവാം. 10ാമത്തെ ശ്ലോകം. ഉന്നിദ്രഹൃത് പങ്കജകർണികാലയേ. ഉന്നിദ്രം എന്ന് പറഞ്ഞാൽ നിദ്ര വിട്ട് ഉണരുന്നത്. എന്ത്? പങ്കജം. അപ്പൊ വികസിച്ചതായിട്ട് താമര എന്ന് പറയുകയാണ്. ഏതാണ് ഇവിടെ? ഹൃത്പങ്കജമാണ്. വികസിച്ച ഹൃത്പങ്കജം, ഉന്നിദ്ര ഹൃത്പങ്കജത്തിന്റെ കർണികാലയെ. അപ്പൊ നല്ലതുപോലെ നമ്മൾ ധ്യാനിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ആധ്യാത്മിക ഹൃദയം ഒരു താമര മൊട്ടിങ്ങനെ കൂമ്പി താഴ്ന്നു കിടക്കുന്നത് പോലെ കിടക്കും. നമ്മൾ ധ്യാനിക്കാനായിട്ട് ചിന്തിക്കുമ്പോൾ ആ താമരമൊട്ട് താഴോട്ട് മുഖമായിരിക്കുന്നതിനെ മുകളിലോട്ട് ഭാവന ചെയ്ത് വികസിപ്പിക്കണം. മനസ്സുകൊണ്ട് സൂക്ഷ്മമായിട്ട് അങ്ങനെ വിചാരം ചെയ്ത് നമ്മുടെ ഹൃദയ കമലത്തെ ഇങ്ങനെ വികസിപ്പിച്ച് അതിൻ്റെ മധ്യഭാഗത്ത് കേസരത്തിൽ, അതാണ് ഇവിടെ പറഞ്ഞത്, ഉന്നിദ്ര ഹൃത്പങ്കജ കർണികാലയെ, ആ കർണികയാകുന്ന ആലയത്തിൽ, കേസരമാകുന്ന സ്ഥാനത്ത്, വാസസ്ഥാനത്ത് യോഗേശ്വരാസ്ഥാപിത പാദപല്ലവം, യോഗേശ്വരന്മാരാൽ സ്ഥാപിക്കപ്പെട്ട പാദകമലങ്ങളോടുകൂടിയവൻ എന്ന് പറഞ്ഞാൽ യോഗേശ്വരന്മാരെല്ലാം ഏതൊരു ഭഗവാനെയാണോ, ഭഗവാന്റെ പാദകമലങ്ങളെയാണോ ധ്യാനിക്കുന്നത്, ആ പാദകമലത്തോടു കൂടിയവൻ എന്നർത്ഥം. പാദപല്ലവത്തോടു കൂടിയവനായിട്ട് ശ്രീലക്ഷ്മണം എന്ന് വെച്ചാൽ ശ്രീവത്സം എന്ന അടയാളം. ലക്ഷ്മണം ലക്ഷണം തന്നെയാണ്. അപ്പോൾ ശ്രീലക്ഷ്മണം ശ്രീവത്സം എന്നതായിട്ടുള്ള അടയാളം, അതിൽ ശ്രീദേവി കുടികൊള്ളുന്നു. ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമാണ് ശ്രീവത്സം. അപ്പൊ ആ ചിഹ്നമുള്ളതും കൗസ്തുഭരത്നകന്ധരം, കൗസ്തുഭം എന്ന പത്മരാഗരത്നം, റൂബി, ചുവന്ന രത്നം കന്ധരത്തിൽ ധരിച്ചിട്ടുണ്ട്, കഴുത്തിൽ ധരിച്ചിട്ടുണ്ട്. കന്ധരം കഴുത്താണ്. അപ്പൊ കഴുത്തില് കൗസ്തുഭരത്നം ധരിച്ചിട്ടുണ്ട്. വനമാലയ ആചിതം, വനമാല കൊണ്ട് വ്യാപിച്ചിട്ടുണ്ട് ശരീരം. ദേഹം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന വലിയ വിവിധ പുഷ്പങ്ങളെ കൊണ്ട് കെട്ടിയതായിട്ടുള്ള വനമാല കൊണ്ട് വ്യാപ്തനാണ്. തുടർന്ന് വിഭൂഷിതം മേഖലയാങ്കുലീയകൈഃ മഹാദനൈർനൂപുരകങ്കണാദിഭിഃ സ്നിഗ്ധാമലാകുഞ്ചിതനീലകുന്തളൈഃ വിരോചമാനാനനഹാസപേശലം. അപ്പോൾ മേഖലയാ അങ്കുലീയകൈഃ മഹാദനൈഃ നൂപുരകങ്കണാദിഭിഃ വിഭൂഷിതം. മേഖല എന്ന് പറഞ്ഞാൽ അരയിൽ കെട്ടുന്ന അരഞ്ഞാണം, കാഞ്ചി, അരഞ്ഞാൻ കൊണ്ടും, അങ്കുലീയകൈഃ വിരലിൽ മോതിരങ്ങളെ കൊണ്ടും, അതുപോലെ മഹാദനൈഃ നൂപുരകങ്കണാദിഭിഃ, മഹാദനൈഃ അമിതമായ വിലയുള്ള അമൂല്യമായ അധികം വിലപിടിച്ചതായിട്ടുള്ള നൂപുരം, പാദസരവും കങ്കണം, ചിലങ്കകളും കൈവളകളും. കങ്കണം കൈവളകളാണ്. അപ്പോൾ കൈവളകളും ഒക്കെ ധരിച്ചവനും ആഭരണ വിഭൂഷിതമായിട്ട്, വിഭൂഷിതം സ്നിഗ്ധ അമല ആകുഞ്ചിത നീലകുന്തളൈഃ. സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ എണ്ണമയമുള്ളത്, മൃദുവായത് എന്നൊക്കെ അർത്ഥമാണ്. അമലം ശുദ്ധമായത്, ആകുഞ്ചിതം നല്ല ചുരുളുകളുള്ളത്. കുഞ്ചിതം എന്നാൽ വളവാണ്. ഇവിടെ ചുരുളുകളുള്ള ചുരുണ്ട മുടിയാണ് ഭഗവാന്റെ. നീലകുന്തളം, ആ കറുത്ത എന്താ പറയുക, തലമുടി കൊണ്ട് ശോഭിക്കുന്നവനും. സ്നിഗ്ധ അമല ആകുഞ്ചിത നീലകുന്തളൈഃ വിരോചമാന, നല്ലതുപോലെ ശോഭിക്കുന്ന ആനനഹാസപേശലം,
ആനനം മുഖം, മുഖത്തിലുള്ള ഹാസം കൊണ്ട് പേശലം മനോഹരം. അപ്പോൾ വളരെ നല്ല മനോഹരമായ പുഞ്ചിരി കൊണ്ട് ശോഭിക്കുന്ന മനോഹരമായ മുഖത്തോടു കൂടിയവനും അദീന ലീലാ ഹസിതേക്ഷണോല്ലസത് ബ്രൂഭംഗ സംസൂചിത ഭൂര്യനുഗ്രഹം ഈക്ഷേത ചിന്താമയമേനമീശ്വരം യാവൻ മനോധാരണയാവതിഷ്ഠത്തെ. അദീന ലീലാ ഹസിതേക്ഷണോല്ലസത് ബ്രൂഭംഗ സംസൂചിത ഭൂര്യനുഗ്രഹം. അദീനം എന്ന് പറഞ്ഞാൽ ദീനമല്ലാത്തത്, ദൈന്യഭാവമില്ലാത്തത്, ഗംഭീരമായിരിക്കുന്നത് എന്നർത്ഥമാണ്. ഉദാര ഗംഭീരം, ഭഗവാൻ ഗംഭീരനാണ്. അപ്പോൾ ഉദാരമായതും ലീലാഹസിതേക്ഷണ ഉല്ലസത് ബ്രൂഭംഗ സംസൂചിത ഭൂരി അനുഗ്രഹം. ലീലാഹസിതം എന്ന് പറഞ്ഞാൽ ചിരിയോടുകൂടി, മന്ദഹാസത്തോടുകൂടി, ലീലാമന്ദഹാസത്തോടുകൂടെ ഈക്ഷണം, കടക്കണ്ണ്, ആ കടക്കണ്ണ് കൊണ്ടുള്ള ഉല്ലസത് ബ്രൂഭംഗ സംസൂചിതം, വിശേഷമായി ചലിക്കുന്നതായിട്ടുള്ള ബ്രൂഭംഗം, പുരികക്കൊടികളുടെ ചലനം കൊണ്ട് സൂചിത ഭൂരി അനുഗ്രഹം, സൂചിപ്പിക്കുന്ന വളരെ വലിയ അനുഗ്രഹത്തോടു കൂടിയത് എന്ന് പറഞ്ഞാൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭക്തന്മാരെ കണ്ണുകൊണ്ടിങ്ങനെ പുരികം കൊണ്ടൊക്കെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട്, ഓ കണ്ടിരിക്കുന്നു, നിങ്ങൾ വന്നിരിക്കുന്നത്, അഭയം പ്രാപിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു കേട്ടോ, അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ടാണ് ഭഗവാന്റെ അനുഗ്രഹം, കടാക്ഷം കൊണ്ട് അനുഗ്രഹിക്കുന്നു. അതാണ് ഭൂരി അനുഗ്രഹം, വർദ്ധിച്ചതായിട്ടുള്ള അനുഗ്രഹം ചൊരിയുന്നു കണ്ണിൻ്റെ ചലനം കൊണ്ട്, പുരികക്കൊടിയുടെ ചലനം കൊണ്ടൊക്കെ. അങ്ങനെ അനുഗ്രഹിക്കുന്നവനും ചിന്താമയം ഈശ്വരം. ചിന്താമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത കൊണ്ട് നിർമ്മിച്ചത്, നമ്മുടെ ധ്യാനത്തിൽ നമ്മൾ സങ്കല്പിക്കുകയാണ്. ഇവിടെ സ്ഥൂലമായിട്ടുള്ളതല്ല, പുറത്ത് കാണുകയല്ല, ഒരു വിഗ്രഹമല്ല, ഉള്ളിൽ നമ്മുടെ ചിന്ത കൊണ്ട് നിർമ്മിച്ചതാണ്. നമ്മുടെ ബുദ്ധിയിൽ ബോധം കൊണ്ട് നമ്മുടെ ചിത്തവൃത്തിയായിട്ട് ഭഗവാന്റെ ഒരു രൂപം നിർമ്മിച്ചിരിക്കുകയാണ്. ചിന്താമയം ഈശ്വരം. ആ ചിന്താമയനായ ഈശ്വരനെ മനഃ ധാരണയാ യാവത് അവതിഷ്ഠതേ ഈക്ഷേത. മനസ്സ് ധാരണ ചെയ്തുകൊണ്ട് എത്ര കാലം ആവുമ്പോൾ അത് ഉറയ്ക്കുമോ, യാവത് അവതിഷ്ഠതേ, ഉറയ്ക്കുന്നത് വരേക്കും ഈക്ഷേത, നോക്കേണ്ടതാണ്, പരിശ്രമിക്കേണ്ടതാണ് എന്നർത്ഥം. അപ്പൊ ഇപ്പൊ വർണ്ണിച്ചത് എന്താണ്? ഭഗവാന്റെ മൊത്തത്തിലുള്ള രൂപമാണ്. ഓരോ അവയവങ്ങളും ക്രമത്തിലല്ല, ഇടയിലിടയിൽ കലർത്തി കലർത്തി പറഞ്ഞു അല്ലേ. അപ്പൊ കേശാദിപാദമോ പാദാദികേശമോ അല്ല പറഞ്ഞത്. പിന്നെയോ ഭഗവാന്റെ മൊത്തത്തിലുള്ള ലക്ഷണങ്ങളെ പറഞ്ഞപ്പോൾ പല അവയവങ്ങളെയും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ പറഞ്ഞത് മൊത്തത്തിലുള്ള രൂപം, ഭഗവാന്റെ അതിമനോഹരമായ ചതുർബാഹുവായ പീതാംബരവും വനമാലയും കിരീടവും കുണ്ടലങ്ങളും ആഭരണങ്ങളും എല്ലാം ധരിച്ചു നിൽക്കുന്ന അതിമനോഹരമായ വിഷ്ണു രൂപത്തെ മൊത്തത്തിൽ ധ്യാനിക്കാൻ പറഞ്ഞു. എന്നിട്ടോ ആ മൊത്തത്തിലുള്ള രൂപം നിരന്തരം ധ്യാനിച്ച് ധ്യാനിച്ച് ധാരണ ചെയ്ത് അത് ഉറയ്ക്കുന്നത് വരെ ധ്യാനിക്കുക എന്നാ പറഞ്ഞത്. ഭഗവാന്റെ മുഴുവൻ രൂപവും ധ്യാനിച്ച് അത് നന്നായി തെളിഞ്ഞ് നമ്മൾ എപ്പോൾ കണ്ണടച്ചാലും ധ്യാനിക്കണം വിചാരിച്ചാലും ഭഗവാന്റെ രൂപം പെട്ടെന്ന് തെളിഞ്ഞു വരും. എങ്ങനെ? അഭ്യാസം കൊണ്ട്, പരിശീലനം കൊണ്ട്. അതുപോലെ പരിശീലിക്കണം, നിരന്തരം അങ്ങനെ അഭ്യസിക്കണം എന്ന് ഭഗവാന്റെ മൊത്തത്തിലുള്ള രൂപത്തെയാണ് ഇവിടെ പറഞ്ഞത്. കേചിത് സ്വദേഹാന്തർഹൃദയാവകാശേ പ്രാദേശമാത്രം പുരുഷം വസന്തം ചതുർഭുജം കഞ്ചരദാംഗശങ്കഗദാധരം ധാരണയാ സ്മരന്തി പ്രസന്നവക്ത്രം നളിനായ ദേക്ഷണം കദംബ കിഞ്ചൽ കപിശങ്കവാസസം ലസൻ മഹാരത്നഹിരൺമയാംഗദം സ്ഫുരൻ മഹാരത്നകിരീടകുണ്ടലം ഉന്നിദ്രഹൃത്പങ്കജകർണികാലയേ യോഗേശ്വരാസ്ഥാപിതപാദപല്ലവം ശ്രീലക്ഷ്മണം കൗസ്തുഭരത്നകന്ദരം അംബ്ലാനലക്ഷ്മ്യാവനമാലയാചിതം വിഭൂഷിതം മേഖലയാങ്കുലീയകൈഃ മഹാദനൈർനൂപുരകങ്കണാദിഭിഃ സ്നിഗ്ധാമലാകുഞ്ചിതനീലകുന്തളൈഃ വിരോചമാനാനനഹാസപേശലം അധീനലീലാഹസിദക്ഷണോല്ലസത് ഭ്രൂഭംഗസംസൂചിതഭൂര്യനുഗ്രഹം ഈക്ഷേത ചിന്താമയമേനമീശ്വരം യാവന്മനോധാരണയാവതിഷ്ഠത്തെ.
ഇപ്പൊ മനസ്സ് ഉറയ്ക്കുന്നത് വരെ യാവത് ധാരണയാ അവതിഷ്ഠത്തെ മനഃ താവത് ഈക്ഷേത താവത് ധാരണാം കുരു താവത് അഭ്യാസം കുരു ഉറയ്ക്കുന്നത് വരെ അഭ്യാസം ചെയ്യൂ എന്ന് ഇവിടെ ചുരുക്കി പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഉറച്ചു കഴിഞ്ഞാലോ മുഴുവനുള്ള രൂപത്തിൽ സമഗ്ര രൂപത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ വിട്ടിട്ട് ഭഗവാന്റെ ഓരോ അവയവങ്ങൾ ഭഗവാന്റെ അംഗപ്രത്യംഗങ്ങൾ ക്രമത്തിൽ കേശാദിപാദം അല്ലെങ്കിൽ പാദാദികേശം, ഇവിടെ പാദാദികേശമാണ് പറയാൻ പോകുന്നത്. ക്രമത്തിൽ ഭഗവാന്റെ പാദാദികേശം ധ്യാനിക്കേണ്ടതാണ് എന്ന് തുടർന്ന് പറയാൻ പോകുന്നു. നാരായണ. അപ്പൊ ഇനി ഏകൈകശോങ്കാനി ധിയാനുഭാവയേത് പാദാദിയാവദ്ഹസിതം ഗദാഭൃതഃ ജിതം ജിതം സ്ഥാനമപോഹ്യ ധാരയേത് പരം പരം ശുദ്ധ്യതിദീര്യദാ യദാ. ഏകൈകശോങ്കാനി ധിയാനുഭാവയേത് പാദാദിയാവദ്ഹസിതം ഗദാഭൃതഃ ജിതം ജിതം സ്ഥാനമപോഹ്യ ധാരയേത് പരം പരം ശുദ്ധ്യതിദീര്യദാ യദാ. പറയണ്ട ഏകൈകശോ അംഗാനി ദിയാ അനുഭാവയേത്. ഏകൈകശഃ എന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ട് ഏകമായിട്ട് അംഗാനി അവയവങ്ങളെ ദിയ ബുദ്ധി കൊണ്ട് അനുഭാവയേത് നിരന്തരമായി ധാരണ ചെയ്യണം, ഭാവന ചെയ്യണം. പാദാദി യാവത് ഹസിതം. പാദാദി ആദ്യം പാദത്തിൽ നിന്ന് തുടങ്ങിയിട്ട് യാവത് ഹസിതം ഹസിതം വരേക്കും. ഹസിതം എന്നാൽ പുഞ്ചിരി. അപ്പോൾ പാദം മുതൽക്ക് പുഞ്ചിരി വരേക്കും ക്രമത്തിൽ ഓരോരോ അവയവങ്ങളെ എടുത്ത് ധ്യാനിക്കണം. ആരുടെ? ഗദാഭൃത. ഗദാഭൃതൻ ഗദാധരൻ. വൃത്ത് എന്ന് പറഞ്ഞാൽ ഭരിച്ചിരിക്കുന്നവൻ, ധരിച്ചിരിക്കുന്നവൻ. അപ്പൊ ഗദാധരനായ ഗദാപാണിയായ വനമാലി ഗദീ ശാർംഗി ശംഖി ചക്രീ ച നന്ദകി എന്ന് പറഞ്ഞ ആ ഗദീ എന്ന് പറഞ്ഞത് തന്നെ ഗദാധരൻ. അപ്പൊ ഗദാധരനായ വിഷ്ണുവിന്റെ പാദാദി ഹസിതം, പാദം മുതൽക്ക് ഹസിത പര്യന്തം ക്രമത്തിൽ ഏകൈകശഃ ദിയാനി അംഗാനി ദിയ അനുഭാവയേത്. എന്നിട്ടോ ജിതം ജിതം സ്ഥാനം അപോഹ്യ പരം പരം ധാരയേത്. ജിതം ജിതം സ്ഥാനം അപോഹ്യ പരം പരം ധാരയേത് എന്ന് പറഞ്ഞാലോ ജിതം ജിതം സ്ഥാനം അപോഹ്യ ജയിച്ച സ്ഥാനത്തെ വെടിഞ്ഞിട്ട് പരം പരം അതിൻ്റെ മുകളിലെ പരം എന്നാൽ മേലെ ഉത്കൃഷ്ടം അതിൻ്റെ മുകളിലുള്ള സ്ഥാനത്തെ ധാരണ ചെയ്യണം. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ആദ്യം പാദമൂലം തുടങ്ങിയാൽ ആ പാദമൂലത്തെ ധ്യാനിച്ച് നല്ലോണം അഭ്യസിച്ച് നല്ലോണം എപ്പോൾ കണ്ണടച്ചാലും ഭഗവാന്റെ ഏക അവയവം മാത്രം, പാദം മാത്രം, മുഴുവൻ രൂപമല്ല. ഭഗവാന്റെ പാദം കാണണം എന്ന് പറഞ്ഞാൽ പാദം മാത്രം കാണുക. അങ്ങനെ കാണാറായാൽ ജയിച്ചു. കണ്ണടച്ചാൽ കാണുകയാണ്, ചിന്തിച്ചാൽ കാണുകയാണ്, അനായാസമായിട്ട് ഭഗവാന്റെ പാദം മാത്രം കാണുകയാണ് അഭ്യാസം കൊണ്ട്. അപ്പൊ എന്തായി? ആ സ്ഥാനത്തെ ജയിച്ചു. നിങ്ങൾക്ക് ഉറപ്പായി, നിഷ്ഠയായി. എന്നാ പിന്നെ അവിടെ തന്നെ ഇരുന്നാൽ പോരെ? അല്ലല്ല, അവിടുന്ന് വിട്ടോളൂ. ജയിച്ചു കഴിഞ്ഞാൽ വിട്ടോളൂ എന്നാണ്. 1-ാം ക്ലാസ് ജയിച്ചാൽ പിന്നെ 1-ാം ക്ലാസ്സിൽ തന്നെ പോയിരിക്കേണ്ട, 2-ാം ക്ലാസ്സിലേക്ക് പ്രമോഷൻ. അതുപോലെ ഇവിടെ പ്രപദത്തിലേക്ക് പുറവടിയെ ധ്യാനിക്കുക. പുറവടി നല്ലോണം ധ്യാനിച്ച് ഉറപ്പായാലോ എപ്പോൾ കണ്ണടച്ചാലും ഭഗവാന്റെ പുറവടി കാണുന്നെങ്കിൽ വിട്ടോളൂ, സ്ഥലം വിട്ടോളൂ, അടുത്ത സ്ഥാനത്തേക്ക് പൊങ്ങിക്കോളൂ. ഭഗവാന്റെ കണങ്കാലുകളെ, ഞെരിയാണികളെ ധ്യാനിച്ചോളൂ.
നിര്യാണികളെ ധ്യാനിച്ച് അതിനെ ജയിച്ചാൽ മാത്രം അടുത്ത പടി പരീക്ഷ പാസ്സാവണം. ജിതം ജിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഓടിപ്പോവുകയല്ല, ഗ്രേസ് മാർക്ക് കൊണ്ടും ചാടിപ്പോവുകയല്ല, പരീക്ഷ എഴുതാതെ പാസ്സാവുകയുമല്ല. ഇവിടെ ജിതം ജിതം എന്ന് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഉറയ്ക്കണം എന്നർത്ഥം. എപ്പോൾ കണ്ണടച്ചാലും ഭഗവാന്റെ ഏത് അവയവം വേണമെങ്കിലും നമുക്ക് ധ്യാനിക്കാൻ, അത് മാത്രമായിട്ട് ധ്യാനിക്കാൻ കഴിയണം. അത്രയും ഏകാഗ്രത ഉണ്ടാവണം എന്നർത്ഥം അഭ്യാസം കൊണ്ട്. ആ ഏകാഗ്രതയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. അപ്പോൾ ഭഗവാന്റെ കാലടികളെ ധ്യാനിച്ച് അത് നല്ല ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവമാണ് വിടാൻ തോന്നില്ല. അപ്പോൾ രാഗം വളരും, അതിലൊട്ടി നിൽക്കും. ഇത്ര കാലം ഞാൻ കഷ്ടപ്പെട്ട് ധ്യാനിച്ചത് വിടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് മുറുക്ക പിടിക്കും. അപ്പോഴാണ് ഇവിടെ പറയുന്നത് വിടണം, വിട്ടേ പറ്റൂന്ന്, വിട്ടിട്ട് മുകളിലേക്ക് പോകണമെന്ന്. കാരണം അപ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ നിസ്സംഗത വളരുകയുള്ളൂ, മനസ്സിൻ്റെ വിരക്തി ഉറയ്ക്കുകയുള്ളൂ. ഭഗവാന്റെ പാദത്തെ പോലും നമ്മൾ ധ്യാനിച്ചുറപ്പിച്ച് കഷ്ടപ്പെട്ട് നന്നായി തെളിഞ്ഞ് കാണാറായിട്ട് പിന്നെ പറയണം അതിനെ വിട്ടോന്ന്. അതിനെ വിട്ടിട്ട് അടുത്ത മുകളിലത്തെ പടിയിലേക്ക് കയറാനാ പറയണത്. അപ്പം അതിനോടുള്ള രാഗം വെടിഞ്ഞ് അടുത്ത പടവിലേക്ക് കയറണം. അപ്പം അവിടെയും മനസ്സ് ഒട്ടി നിൽക്കാൻ പാടില്ല. മനസ്സിൻ്റെ ഒട്ടലിനെ മാറ്റിയെടുക്കാനാണിത്. അങ്ങനെ ഓരോ അവയവങ്ങളും ധ്യാനിക്കുമ്പോൾ നമുക്കതിൽ ഒട്ടൽ വരും. ആ ഒട്ടലിനെ സമ്മതിച്ചു കൊടുക്കാതെ, അനുവദിക്കാതെ അടുത്ത പടിയിലേക്ക് കയറുക. 1-ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടി 1-ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ കൊച്ചുകുട്ടിയായതുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോണില്ല എന്ന് പറയും. എന്താ കാരണം? ടീച്ചർ നല്ല ടീച്ചറാണ്, ടീച്ചറുമായിട്ട് നല്ല അടുപ്പമായി, ആ ക്ലാസ്സിലെ ബെഞ്ചും മേശയും കസേരയും ആ അറ്റ്മോസ്ഫിയറൊക്കെ വളരെ ഇഷ്ടമായി. എനിക്ക് ഈ ക്ലാസ് മതി, ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോവില്ല എന്ന് കുട്ടികൾ പറയും അല്ലേ? LKG കഴിഞ്ഞ് UKGയിലേക്ക് തള്ളി വിടണം, കരയും, നിലവിളിക്കും. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. ഭഗവാന്റെ പാദത്തെ ധ്യാനിച്ചുറപ്പിച്ച് അതിനെ വിട്ടിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പറഞ്ഞാൽ മടി കാണിക്കും, സംഘം കാണിക്കും. അപ്പം അതിനെ അതിന്ന് വിടിയിച്ച് മുകളിലേക്ക് ഉയർത്തണം. അപ്പോൾ ആ മനസ്സിനെ ഒരേ സമയം ഏകാഗ്രതയും അതേസമയം നിസ്സംഗതയും രണ്ടും പഠിപ്പിക്കുകയാണ്. ഒരേ സമയം ഏകാഗ്രത വരണം. നമുക്കൊക്കെ ഏകാഗ്രതയുണ്ട് എന്തിൽ? നമുക്ക് ഇഷ്ടവസ്തുവിൽ, നമുക്ക് രാഗമുള്ള വസ്തുവിൽ, താല്പര്യമുള്ള വസ്തുവിൽ നല്ല ഏകാഗ്രതയാണ്. ബാക്കിയുള്ള വസ്തുക്കളിലോ അതൊന്നും അടുത്തു കൂടെ പോവില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ ധ്യാനം ആദ്യം ഏകാഗ്രത അഭ്യസിക്കുന്നു, പിന്നെ നിസ്സംഗത അഭ്യസിക്കുന്നു. അടുത്ത അവയവത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഏകാഗ്രത, അത് കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ നിസ്സംഗത. ഏകാഗ്രത നിസ്സംഗത, ഏകാഗ്രത നിസ്സംഗത. എന്തൊക്കെയാണ് നമ്മുടെ പൂർവികർ ഋഷിമാർ കാണിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ, നമ്മുടെ മനസ്സിനെ സൂക്ഷ്മവും ഏകാഗ്രവും നിസ്സംഗവും ആക്കി മാറ്റി അതിനെ വികസിപ്പിക്കുവാൻ, അതിനെ വലിയ നിർഗുണ നിരാകാരമായ ബ്രഹ്മതത്വത്തെ ഉൾക്കൊള്ളുവാൻ പാകപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം അഭ്യാസമാണ് നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിരിക്കണമെന്ന് നോക്കാം. അതാണ് ഇവിടെ ജിതം ജിതം സ്ഥാനം അപോഹ്യ. ജയിച്ച സ്ഥാനത്തെ വെടിഞ്ഞിട്ട് പരം പരം ധാരയേത്, മുകളിലുള്ള സ്ഥാനത്തെ ധാരണ ചെയ്യണം. അപ്പൊ എന്താവും? ദീഹി യഥാ യഥാ ശുദ്ധ്യതി. അങ്ങനെ ഓരോ ഭാഗവും നമ്മൾ വിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിന് ശുദ്ധിയാണ് ഉണ്ടാകുന്നത്. ദീഹി ശുദ്ധ്യതി, ഭഗവാന്റെ പാദത്തെ ധ്യാനിക്കുന്നത് കൊണ്ടുള്ള ശുദ്ധി, അതിൽ നിസ്സംഗത വളർത്തുന്നത് കൊണ്ടുള്ള ശുദ്ധി. 2 തരത്തിലും ശുദ്ധിയാണ് ആർജിക്കുന്നത്. അപ്പൊ മനസ്സ് ഏറ്റവും ശുദ്ധവും ഏകാഗ്രവുമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതാണ് ദീഹി യഥാ യഥാ ശുദ്ധ്യതി. ബുദ്ധിയെ എപ്രകാരമായാൽ
ശുദ്ധമാക്കാൻ പറ്റുമോ? മനസ്സിൽ സംഘം ഉണ്ടാവുകയല്ല, മനസ്സ് എന്ന ഉപകരണത്തെ നമ്മൾ ഉപയോഗിക്കുകയാണ്. മനസ്സ് അതിൻ്റെ തോന്നിയവാസം കാണിക്കുകയല്ല. മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച്, നമ്മൾ പാകപ്പെടുത്തി, മെരുക്കിയെടുത്ത്, നമ്മൾ പറഞ്ഞെടുത്ത് നിൽക്കണം. അതിനുള്ള അഭ്യാസമാണ്. അതാണ് ബുദ്ധിയുടെ ശുദ്ധി എന്ന് പറയുന്നത്. ധീർ യഥാ യഥാ ശുദ്ധ്യതി. എപ്രകാരമായാൽ ബുദ്ധി ശുദ്ധമാകുമോ അപ്രകാരം അഭ്യസിക്കണം എന്ന് ആദ്യം ആമുഖമായി പറഞ്ഞിട്ട് ഇനി ഇതാ ക്രമത്തിൽ പറയുന്നു. അത് വരാൻ പോണേ ഉള്ളൂ. അത് 15-16 തൊട്ടിട്ടാണ് ക്രമത്തിൽ പറയാൻ പോണത്. അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി. യാവന്ന ജായേത പരാവരേസ്മിൻ വിശ്വേശ്വരേ ദ്രഷ്ടരി ഭക്തിയോഗഃ താവൽ സ്തവീയഃ പുരുഷസ്യ രൂപം ക്രിയാവസാനേ പ്രയതസ്മരേത. യാവന്ന ജായേത പരാവരേസ്മിൻ വിശ്വേശ്വരേ ദ്രഷ്ടരി ഭക്തിയോഗഃ താവൽ സ്തവീയഃ പുരുഷസ്യ രൂപം ക്രിയാവസാനേ പ്രയതസ്മരേത. അപ്പൊ ഇടയിൽ കൂടെ ഒരു കാര്യം കൂടി പറയുന്നു. വിശ്വേശ്വരേ പരാവരേ അസ്മിൻ ദ്രഷ്ടരി ഭക്തിയോഗഃ യാവത് ന ജായേത താവത് പ്രയതഃ ക്രിയാവസാനേ പുരുഷസ്യ സ്തവീയഃ രൂപം സ്മരേത. അപ്പോ വിശ്വേശ്വരേ, സർവ ചരാചരങ്ങളുടെയും നിയന്താവായിരിക്കുന്ന, പരാവരേ, പരവും അപരവുമായിരിക്കുന്ന, കാര്യകാരണ സ്വരൂപനായിരിക്കുന്ന, അസ്മിൻ ദ്രഷ്ടരി, ഈ ദ്രഷ്ടാവായിരിക്കുന്ന നമ്മുടെ തന്നെ അന്ധക്കരണത്തിൻ്റെ സാക്ഷിയായിരിക്കുന്ന ആത്മസ്വരൂപനായിരിക്കുന്ന ആ ഈശ്വരനിൽ ഭക്തിയോഗഃ യാവത് ന ജായേത, ആ പരമപ്രേമമായിട്ടുള്ള ഭക്തി എത്ര കാലം ഉണ്ടാവുന്നില്ലയോ. അപ്പോൾ ഈ സൂക്ഷ്മനായിരിക്കുന്ന എല്ലാറ്റിൻ്റെയും നിയന്താവായ പരാവര സ്വരൂപനായ ദ്രഷ്ടാവായിരിക്കുന്ന ഭഗവാനിൽ ഭക്തിയോഗം ഉണ്ടാകാതിരിക്കുന്നത് വരെ താവത്, അത്ര കാലത്തോളം പ്രയതഃ പ്രകർഷേണ യത്നം ചെയ്യുന്നവനായിട്ട്, നല്ല നിയമം അച്ചടക്കത്തോടു കൂടിയവനായിട്ട്, ക്രിയാവസാനേ, ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും, ഏതേത് കർമ്മങ്ങൾ അവസാനിപ്പിക്കുമ്പോഴും അതിൻ്റെ അവസാനം പുരുഷസ്യ സ്തവീയഃ രൂപം സ്മരേത, ഈ വിരാട് പുരുഷന്റെ സ്തവീയഃ രൂപഃ, സ്തവീയം ഏറ്റവും സ്ഥൂലമായത്, ആ രൂപത്തെ സ്മരിക്കണം. അപ്പോ വിരാട് എന്താ പറയുക, നമ്മുടെ മനസ്സ് ഭഗവാന്റെ സൂക്ഷ്മ രൂപങ്ങളിൽ ഉറയ്ക്കാൻ തയ്യാറാകാത്തത് വരെ, പക്വമാവാത്തത് വരെ ഭഗവാന്റെ സ്ഥൂല രൂപത്തെ, ഭഗവാന്റെ വിരാട് രൂപത്തെ ധ്യാനിച്ച് പരിശീലിക്കണം. അപ്പൊ അത് എപ്പോഴാണ്? ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും, എല്ലാ കർമ്മങ്ങളുടെയും അവസാനത്തിൽ ഈ വിരാട് പുരുഷ സ്മരണയും ചെയ്യണം. നമ്മുടെ പുരുഷ സൂക്തം എന്നുള്ള സൂക്തം ഏത് കർമ്മങ്ങളുടെയും ആരംഭത്തിലും അവസാനത്തിലും ചൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും ചൊല്ലാം പുരുഷ സൂക്തം. അങ്ങനെ ചൊല്ലുമ്പോൾ ആ വിരാട് പുരുഷനെ കുറിച്ചിട്ടുള്ള ഭാവന നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുകയും നമ്മുടെ ഉള്ളിലെ രാഗദ്വേഷങ്ങൾ കുറയുകയും നമ്മൾ ചെയ്ത കർമ്മത്തിലെ ഫലത്തോടുള്ള ആസക്തി നമുക്ക് ഇല്ലാതാവുകയും ചെയ്യും. ചെയ്യുന്ന കർമ്മം ഈശ്വര ആരാധനയായി മാറുകയും ചെയ്യും. അപ്പം അതിനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പും പിമ്പും പുരുഷ സൂക്തം ചൊല്ലി വിരാട് പുരുഷനെ ധ്യാനിക്കുന്നത്. ഈ വിശ്വം മുഴുവൻ ഭഗവാനാണ്. അപ്പം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാന് പ്രീതികരമായി മാറണം. ഏത് കർമ്മം ആരംഭിക്കുമ്പോഴും ഈ ആറ്റിറ്റ്യൂഡ് വരാനാണ് പുരുഷ സൂക്തം ചൊല്ലുന്നത്. അല്ലാതെ വെറും ഒരു ചടങ്ങല്ല. തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞിട്ട്
കുറേ ശബ്ദം ഉണ്ടാക്കി പോയിട്ട് കാര്യമില്ല. ആ ശബ്ദമല്ല അവിടെ മുഖ്യം, ഭാവനയാണ് മുഖ്യം. ആ പുരുഷ സൂക്തം ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം ഭാവന ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ഈ കർമ്മം വിശ്വരൂപിയായ ഭഗവാൻ പ്രസാദിക്കാനാവട്ടെ. കാരണം ഞാൻ ചെയ്യുന്ന ഏത് കർമ്മവും ബാധിക്കുന്നത് ഭഗവാനെയാണ്. കാരണം ഭഗവാനാണ് പ്രത്യക്ഷമായി വിശ്വമായിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ ഭോക്താവ് ഭഗവാനാണ്. ഇമ്മീഡിയറ്റായിട്ട് ബാധിക്കപ്പെടുന്നത് ഭഗവാനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന കർമ്മം കൊണ്ട് ഭഗവാൻ ബാധിക്കപ്പെടാൻ, വല്ലാതെ ബാധിക്കപ്പെടാൻ, വേദനിക്കാൻ, ഭഗവാന് അൺപ്ലസൻ്റായി മാറരുത്, ഭഗവാൻ പ്രസാദിക്കണം എന്ന് സങ്കല്പിക്കണം. അതുപോലെ കഴിഞ്ഞാലും പുരുഷ സൂക്തം ചൊല്ലുമ്പോൾ വീണ്ടും ഇത് ഭാവന ചെയ്യണം. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് പറയുമ്പോഴും ആ പരസ്മൈ നാരായണായ എന്ന് പറയുമ്പോൾ ആ പരനായ നാരായണന്, ഈ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നവന്, അദ്ദേഹത്തിന് സന്തോഷത്തിനായിക്കൊണ്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അദ്ദേഹം എന്നിൽ സന്തോഷിച്ച് പ്രസാദിക്കട്ടെ എന്ന് വിശ്വരൂപനെ ധ്യാനിച്ചുകൊണ്ടാണ് മുമ്പും പിമ്പും, അപ്പോൾ പിന്നെ നടുവിലും ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈ വിരാട് പുരുഷ ധാരണ ചെയ്ത് മനസ്സിനെ ശുദ്ധവും ഏകാഗ്രവും ആക്കിയിട്ട് വേണം, സ്ഥൂല രൂപത്തെ ധ്യാനിച്ചുറപ്പിച്ചിട്ട് വേണം പിന്നീട് ഭഗവാന്റെ സൂക്ഷ്മ രൂപങ്ങളിലേക്ക് കയറാൻ. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. യാവന്ന ജായേത പരാവരേസ്മിൻ വിശ്വേശ്വരേ ദ്രഷ്ടരി ഭക്തിയോഗഃ താവൽ സ്തവീയഃ പുരുഷസ്യ രൂപം ക്രിയാവസാനേ പ്രയതസ്മരേത. ഇപ്പോൾ ഭഗവാന്റെ സൂക്ഷ്മ രൂപത്തെ ധ്യാനിക്കാനാവാത്തത് വരേക്കും പുരുഷ സൂക്തം എല്ലാവർക്കും ചാൻഡ് ചെയ്യാം. എങ്ങനെ? മര്യാദയ്ക്ക് ചാൻഡ് ചെയ്യണമെന്ന് മാത്രം. കാരണം അതൊരു വേദസൂക്തമായതുകൊണ്ട് അതിൻ്റെ സ്വരത്തോടുകൂടെ ചൊല്ലുന്നത് അഭ്യസിക്കണം. അത് സ്വരത്തോടുകൂടി ചൊല്ലുന്ന ആചാര്യന്മാരിൽ നിന്ന് അഭ്യസിക്കണം. അത് കഥ വായിക്കും പോലെയോ പദ്യം വായിക്കും പോലെയോ വായിക്കാനുള്ളതല്ല. അത് വേദത്തിലെ സൂക്തമാണ്. അത് സ്വരഭംഗമില്ലാതെ വൃത്തിയായിട്ട് ചൊല്ലണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരാണ് അധികാരി എന്നുള്ളത് പ്രശ്നമല്ല. എനിബഡി ക്യാൻ ചാൻഡ് പുരുഷ സൂക്തം സബ്ജക്ട് ടു കണ്ടീഷൻ. ഏത് കണ്ടീഷൻ? If you are ready to obey the rules. Which rules? അതിൻ്റെ ഫൊനറ്റിക്സ്, അതിൻ്റെ ഛന്ദസ്, അതിൻ്റെ സ്വരം, അതിനെയൊക്കെ അനുസരിച്ചുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധാപൂർവം അത് അഭ്യസിച്ചിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്ന് ആ സ്വരസ്ഥാനത്തോടുകൂടി പഠിച്ച് ചൊല്ലുക. അതിന് പക്ഷേ വിവിധ സമ്പ്രദായങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൽ ഉറച്ചു നിൽക്കുക. പുരുഷ സൂക്തം ഇപ്പോൾ ലോകത്തിലെല്ലാവരും ഒരുപോലെയല്ല ചൊല്ലുക. യജുർവേദികൾ ചൊല്ലുന്നത് പോലെയല്ല സാമവേദികൾ ചൊല്ലുക. ഋഗ്വേദികൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും വ്യത്യാസമുണ്ട്. കേരളത്തിൽ പ്രത്യേകമായിട്ട് വ്യത്യാസമുണ്ട് അല്ലേ? കേരളീയ ബ്രാഹ്മണരുടെ, നമ്പൂതിരിമാരുടെ ശൈലി ഒന്ന് വേറെ, തമിഴ് ബ്രാഹ്മണരുടെ ശൈലി ഒന്ന് വേറെ. അതിൽ തന്നെ കൃഷ്ണ യജുർവേദം, ശുക്ല യജുർവേദം, ഇങ്ങനെ 2 യജുർവേദ സമ്പ്രദായങ്ങളുണ്ട്. അതിലും ഈഷത് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സമ്പ്രദായം, ഒരു പരമ്പര അതിന് സ്വീകരിച്ചുകൊണ്ട് അത് പിന്തുടരുക.
നമ്മളിവിടെ കഷ്ടപ്പെട്ടിട്ട് ഇവിടുത്തെ സമ്പ്രദായം പഠിച്ചിട്ട് പോയാൽ വടക്കേ ഇന്ത്യയിൽ പോയാൽ വടക്കേ ഇന്ത്യയിലെ സ്റ്റൈലൊന്ന് വേറെയാണ്. അവർ വലിച്ചു നീട്ടിക്കൊണ്ടൊരു പ്രത്യേക ശൈലിയാണ്. നമ്മൾ പിന്നീട് എടുക്കാം. ഇപ്പം എല്ലാം കൂടി എന്നെ കൊണ്ടാവില്ലല്ലോ. നമ്മൾ രാവിലത്തെ ക്ലാസ്സുകൾ ശങ്കര സ്തോത്ര തരംഗിണി കഴിയട്ടെ. രാവിലെയാണ് അതെടുക്കാൻ ഉത്തമം. അപ്പോൾ ശങ്കര സ്തോത്ര തരംഗിണി കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ളതിലേക്കൊക്കെ നമുക്ക് പ്രവേശിക്കാം. സൂക്തങ്ങളൊക്കെ എടുക്കാം. പുരുഷ സൂക്തം, രുദ്രം, ശ്രീ സൂക്തം, ദുർഗാ സൂക്തം ഒക്കെ നമുക്ക് ചൊല്ലി പഠിക്കാം. അതിപ്പോൾ ഈ ഓൺലൈനിൽ പഠിപ്പിക്കൽ കഷ്ടമാണ്. എന്താ കാരണം? നിങ്ങൾ ചൊല്ലുന്നത് ഞാൻ കേൾക്കുന്നില്ല. അടുത്തിരുന്ന് കേട്ടാൽ മാത്രമേ അതിൻ്റെ സ്വരവ്യത്യാസങ്ങളൊക്കെ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ആവും പോലെയൊക്കെ നോക്കാം, ശ്രദ്ധയോടുകൂടി ചെയ്യാം. അതൊക്കെ വളരെ ചെറുപ്രായത്തിൽ ഗുരുകുലങ്ങളിലിരുന്ന് പഠിക്കുമ്പോഴേ അതിൻ്റെ ആ സ്വരമൊക്കെ ഉറയ്ക്കുള്ളൂ. ചെറുപ്രായത്തിൽ ഉറയ്ക്കണം ഇതൊക്കെ. വലുതായി കഴിഞ്ഞാൽ നമ്മുടെ നാവൊന്നും വിചാരിച്ച പോലെയൊന്നും വഴങ്ങില്ല. നമ്മൾ തെക്കോട്ട് വിളിച്ചാൽ നാവ് വടക്കോട്ട് പോകും. പ്രായമൊക്കെ കൂടിക്കഴിഞ്ഞാൽ അതാണ് കുഴപ്പം. നോക്കാം, നമുക്ക് ആവും പോലെ ശ്രദ്ധയോടുകൂടെ ചെയ്യാം. ശ്രദ്ധ വേണം, കമ്മിറ്റ്മെൻറ്റ് വേണം. അല്ല, എലിജിബിലിറ്റി അവനവനാണ് നിശ്ചയിക്കുക. എലിജിബിലിറ്റി ഒന്നും പ്രശ്നമല്ല, കമ്മിറ്റ്മെൻ്റാണ് വേണ്ടത്. അത് പഠിച്ച് ശ്രദ്ധയോടുകൂടെ ചൊല്ലുക. അല്ലാതെ വഴിപാട് പോലെ ആവരുത്. ഒരു പരിപാടിയും വഴിപാട് പോലെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല, ഗുരുപരമ്പരയ്ക്ക് ഇഷ്ടമല്ല. നമ്മളൊക്കെ ആ ഒരു ട്രഡീഷണൽ പരമ്പരയിലൂടെ വന്നവരായതുകൊണ്ട് അശ്രദ്ധ അനുവദനീയമല്ല. നല്ല ശ്രദ്ധയോടുകൂടെ ചെയ്യുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ്. നോക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് എല്ലാ ക്രിയകളിലും പുരുഷ സൂക്തം ചൊല്ലുക എന്നുള്ളത് ഒരു സമ്പ്രദായമാണ്. ഇപ്പം നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പൂജാദികളിൽ അഭിഷേക സമയത്ത് മറ്റ് പൂജയുടെ അംഗങ്ങളൊക്കെ സമർപ്പിക്കുന്ന സമയത്തൊക്കെ പുരുഷ സൂക്തത്തിലെ മന്ത്രങ്ങൾ കൊണ്ട് ആരാധന ചെയ്യും. അവസാനവും പുരുഷ സൂക്തം ചൊല്ലി സമർപ്പിക്കാം. ഇതൊക്കെ സമ്പ്രദായമാണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. യാവന്ന ജായേത പരാവരേസ്മിൻ വിശ്വേശ്വരേ ദ്രഷ്ടരി ഭക്തിയോഗഃ താവൽ സ്തവീയഃ പുരുഷസ്യ രൂപം ക്രിയാവസാനേ പ്രയതസ്മരേത. തുടർന്ന് സ്ഥിരം സുഖം ചാസനമാശ്രിതോ യതിഃ യഥാ ജിഹാസുർ ഇമമംഗലോകം കാലേ ച ദേശേ ച മനോ ന സജ്ജയേത് പ്രാണം നിയച്ഛേത് മനസാജിദാസുഃ. പറയുന്നു, സ്ഥിരം സുഖം ച ആസനമാശ്രിതോ യതിഃ യഥാ ജിഹാസുർ ഇമമംഗലോകം കാലേ ച ദേശേ ച മനോ ന സജ്ജയേത് പ്രാണം നിയച്ഛേത് മനസാജിദാസുഃ. സ്ഥിരം സുഖം ച ആസനം ആശ്രിതഃ യതിഃ. യതിഃ യതിഃ യത്നം ചെയ്യുന്നവനാണ് യതി, പ്രയത്നം ചെയ്യുന്നവൻ യോഗി. യഥാ ജിഹാസുഃ യഥാ എപ്പോഴാണോ, ജിഹാസുഃ ജിഹാസു എന്ന് പറഞ്ഞാൽ ഹാദും ഇച്ഛു ഉപേക്ഷിക്കുവാൻ ഇച്ഛിക്കുന്നവൻ. എന്തിനെ? ഇമം ലോകം,
ഇമം അംഗ ലോകം, അംഗ എന്നുള്ളത് സംബോധനയാണ്. അല്ലയോ പൂജ്യനായ പരീക്ഷിത്തെ, അംഗ ഇമം ലോകം ജിഹാസുഹു, ഈ ലോകത്തെ വെടിയുവാൻ ആഗ്രഹിക്കുന്നവൻ എന്ന് വെച്ചാൽ ഈ ദേഹത്തെയും ഈ ലോകത്തെയും വെടിയുവാൻ ആഗ്രഹിക്കുന്നവൻ, ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ഈ വ്യാവഹാരിക ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നവൻ, ജിഹാസുഹു ഇമം അംഗലോകം, അവൻ എന്ത് ചെയ്യണം? ആ യതി സ്ഥിരം സുഖം ച ആസനം ആശ്രിത, സ്ഥിരവും സുഖവുമായ ആസനത്തെ ആശ്രയിച്ച്. ഇപ്പൊ സ്ഥിരം എന്ന് പറഞ്ഞാൽ ഇളകാതിരിക്കാൻ കഴിയണം, വീഴുമെന്നുള്ള ഭയമില്ലാതെ, ഉറക്കം തൂങ്ങാതെ മനസ്സിനെ ശാന്തമായി നിലനിർത്താൻ പറ്റുന്ന, നട്ടെല്ല് നിവർന്നുകൊണ്ടുള്ളതായിട്ടുള്ള ഉറച്ചതായിട്ടുള്ള ഒരു ഇരിപ്പിടത്തിൽ ഇരുന്ന്, സ്ഥിരം സുഖം ച ആസനം ആശ്രിത യതി യഥാ ജിഹാസുഹു ഇമം അംഗലോകം, ഈ ലോകത്തെ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട് പിന്നീട് എന്ത് ചെയ്യണം? കാലേ ച ദേശേ ച മനോ ന സജ്ജയേത്, കാലത്തിലോ ദേശത്തിലോ മനസ്സിനെ വെക്കാതെ, മനസ്സുറപ്പിക്കാതെ എന്ന് പറഞ്ഞാൽ കാലത്തെക്കുറിച്ചിട്ടുള്ള ചിന്തയോ ദേശത്തെക്കുറിച്ചിട്ടുള്ള ചിന്തയോ വേണ്ട. ഏതായാലും പോകാൻ തീരുമാനിച്ചു, പിന്നെ ഏത് കാലത്തായാലെന്താ, ഏത് ദേശത്തായാലെന്താ. അപ്പൊ ഞാൻ ഉത്തരായണ കാലത്താണോ മരിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു യോഗിക്ക്. അതുപോലെ ഞാൻ കാശിയിലാണോ മരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏത് കുപ്പത്തൊട്ടിയിലിരുന്നാലും എന്ന് പറഞ്ഞാൽ ഏത് ദേശത്തിരുന്നാലും ഏത് കാലത്താണെങ്കിലും, അത് ദക്ഷിണായന കാലത്താവട്ടെ, രാത്രിയാവട്ടെ, കൃഷ്ണപക്ഷമാവട്ടെ, ഏത് സമയത്തായാലും ഒരു യോഗിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ ബാഹ്യമായിട്ടുള്ള ചില സഹായ ഘടകങ്ങൾ മാത്രമാണ്. ആത്മജ്ഞാനം നല്ലതുപോലെ ഉറച്ചിട്ടുള്ള ഒരു യോഗിയെ സംബന്ധിച്ച്, ആത്മതത്വം അറിയുന്ന ഒരു യോഗിയെ സംബന്ധിച്ച് ദേശകാലങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. ഏത് ദേശത്ത് മരിച്ചാലും, ഏത് കാലത്ത് മരിച്ചാലും, എങ്ങനെ മരിച്ചാലും, ഏത് അവസ്ഥയിൽ മരിച്ചാലും അവരെ സംബന്ധിച്ച് അവര് മുക്തന്മാരായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ ആ ഒരു ഭാവം ഉണ്ടാവണം എന്ന് പറയണം. ഇവിടെ കാലത്തിലും ദേശത്തിലും മനസ്സിനെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ന സജ്ജയേത്, എന്നാലോ ജിതാസുഹു മനസാ പ്രാണഹ നിയച്ചേത്, പ്രാണനെ ജയിച്ച് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയും നിയച്ചേത് എന്നർത്ഥം. അപ്പം ആദ്യത്തെ ജിതാസു പ്രാണനെ ജയിച്ചിട്ട്, പിന്നത്തെ പ്രാണം നിയച്ചേന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ നിയച്ചേന്ന് എടുക്കണം. ഇന്ദ്രിയങ്ങളെയും മനസ്സുകൊണ്ട് നിയന്ത്രിക്കണം. അപ്പോൾ എല്ലാ പ്രവൃത്തിയും അടങ്ങും. എന്നിട്ടോ മനസ്വബുദ്ധ്യാമലയാ നിയമ്യ ക്ഷേത്രജ്ഞയേതാം നിനയേത്തമാത്മനി ആത്മാനമാത്മന്യവരുദ്ധ്യ ധീരോ ലബ്ധോപശാന്തിർവിരമേത കൃത്യാത്. മനഃ സ്വബുദ്ധ്യ അമലയാ നിയമ്യ, മനഃ മനസ്സിനെ, അമലയാ സ്വബുദ്ധ്യ അമലമായ നിർമ്മലമായ ശാന്തമായ സ്വസ്ഥമായ ചലനമില്ലാത്തതായിട്ടുള്ള സ്വബുദ്ധി കൊണ്ട്, വിക്ഷേപരഹിതമായ ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചിട്ട് നിയമ്യ അടക്കിയിട്ട്. അപ്പോൾ ബുദ്ധി കൊണ്ടാണ് മനസ്സിനെ അടക്കുന്നത്. മനസ്സിനെ ബുദ്ധിയിലേക്ക് ലയിപ്പിക്കണം. ചിത്തവൃത്തികളെല്ലാം ശാന്തമായി കഴിയണം. അങ്ങനെ നിയമ്യ ഏതാം ക്ഷേത്രജ്ഞേ തം ആത്മനി നിനയേത്. ഏതാം എന്ന് പറഞ്ഞാൽ ഏതാം ബുദ്ധി, സ്ത്രീലിംഗമാണ് ബുദ്ധി, അതുകൊണ്ട് ഏതാം എന്ന് പറഞ്ഞു. ആ ബുദ്ധിയെ, അപ്പൊ മനസ്സിനെ, അപ്പൊ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ചു, മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ചു. ബുദ്ധിയെ എവിടേക്ക് സമർപ്പിക്കണം? ക്ഷേത്രജ്ഞേ, ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ജീവാത്മാവിലേക്ക് ലയിപ്പിക്കണം. ഈ ശരീരത്തിൽ ഏത് കേന്ദ്രത്തിലാണോ ആത്മാവ് പ്രകാശിക്കുന്നത്,
ആത്മാവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ധ്യാനിക്കാൻ കഴിയുന്നത് ആ ആത്മസ്വരൂപത്തിലേക്ക് ബുദ്ധിയെ സമർപ്പിക്കണം. ക്ഷേത്രജ്ഞേ തം ആത്മനി, ആ ക്ഷേത്രജ്ഞനെ ആത്മാവ്, ഇവിടെ ആത്മാവെന്ന് പറഞ്ഞാൽ പരമാത്മാവിലേക്ക്, ക്ഷേത്രജ്ഞൻ എന്ന് പറയുമ്പോൾ ജീവാത്മാവ് വ്യക്തിത്വമുണ്ട്. ആത്മനി എന്ന് പറയുമ്പോൾ സമഷ്ടി പരമാത്മാ, ഈ ഇൻഡിവിജ്വൽ ആത്മാവിനെ, സെൽഫിനെ ടോട്ടൽ സെൽഫിലേക്ക് വിലയം പ്രാപിപ്പിക്കണം. തം ആത്മനി നിനയേത് നയിക്കണം. എന്നിട്ടോ ആത്മാനം ആത്മനി അവരുദ്ധ്യ, ആ ആത്മാവിനെ തന്നിൽ തന്നെ ഉറപ്പിച്ചിട്ട്, അവരോധിച്ചിട്ട് ഉറപ്പിച്ചിട്ട്, അത് താൻ തന്നെയാണ്, അത് വേറെ എവിടെയല്ല പരമാത്മാവ്, ആ പരമാത്മാ താൻ തന്നെയാണെന്നുള്ള ഭാവത്തിൽ ഉറപ്പിച്ചിട്ട് ലബ്ധ ഉപശാന്തി, ഉപശാന്തിയെ ലഭിച്ചവനായിട്ട്, സ്വസ്ഥനായിട്ട്, പരമശാന്തനായിട്ട്, ധീര വിവേകിയായിട്ടുള്ളവൻ, കൃത്യാത് വിരമേത, ഇനി തനിക്ക് കർത്തവ്യങ്ങളൊന്നുമില്ല, എല്ലാ കർത്തവ്യങ്ങളിൽ നിന്നും സ്വയം വിരമിക്കുന്നു. ഇനി തനിക്ക് എഴുന്നേറ്റ് പോയിട്ട് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ഇത് അവസാനത്തെ ഇരിപ്പാണ്, ഒടുക്കത്തെ ഇരിപ്പാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി തനിക്ക് എണീച്ചു പോയിട്ടൊന്നും ചെയ്യാനില്ല എന്നുറപ്പിക്കണം. കൃത്യാത് വിരമേത, എല്ലാ കൃത്യങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിക്കണം, ബുദ്ധിയെ പിൻവലിക്കണം, ഇന്ദ്രിയങ്ങളെ പിൻവലിക്കണം. ഇനി ഒന്നും കർത്തവ്യമായിട്ടില്ല എന്ന് നിശ്ചയിക്കണം. എല്ലാം ചെയ്തു കഴിഞ്ഞു, കൃതകൃത്യനാണ്, കൃതാർത്ഥനാണ്, ധന്യനാണ് എന്ന ഭാവനയോടുകൂടെ കൃത്യാത് വിരമേത. ഇപ്പൊ മനഃ സ്വബുദ്ധ്യ അമലയാ നിയമ്യ ക്ഷേത്രജ്ഞ ഏതാം നിനയേത്തമാത്മനി ആത്മാനമാത്മന്യവരുദ്ധ്യ ധീരോ ലബ്ധോപശാന്തിർവിരമേത കൃത്യാത്. അങ്ങനെ ഉറപ്പ് കിട്ടണം, ഇരിക്കാൻ പറ്റണം, ഒരു കർമ്മവും ബാക്കിയില്ല എന്ന് ഉറപ്പ് വരണം. എത്ര കാലോ നിമിഷാം പരഃ പ്രഭു കുതോ नु ദേവാ ജഗതാം യ ഈശിരേ ന യത്ര സത്വം ന രജസ്തമശ്ച ന വൈ വികാരോ ന മഹാൻ പ്രദാനം. എന്തുകൊണ്ട് അയാൾ എല്ലാ കൃത്യങ്ങളിൽ നിന്ന് വിരമിക്കുന്നു? ആ അവസ്ഥയിൽ സമാധി അവസ്ഥയാണിത്. ആ സമാധി അവസ്ഥയിൽ ഭേദഭാവമേ ഇല്ല. എല്ലാ ഭേദഭാവനകളും അവസാനിച്ചിടത്ത് പിന്നെന്ത് കർത്തവ്യം? രണ്ടുണ്ടെങ്കിലല്ലേ ദൂരമുള്ളൂ, ദൂരമുണ്ടെങ്കിലല്ലേ പ്രാപിക്കേണ്ടതുള്ളൂ. ദ്വൈതത്തിലാണ് എല്ലാ കർത്തവ്യങ്ങളും ഉണർന്നു വരുന്നത്. ഇവിടെ രണ്ടില്ല, അദ്വൈത അനുഭവമാണ്. അതാണ് ഇവിടെ ന യത്ര കാലോ അനിമിഷാം പരഃ പ്രഭു, അനിമിഷാം പരഹ പ്രഭു. അനിമിഷന്മാരെന്നാൽ ദേവന്മാരെ, നിമേഷമില്ലാത്തവർ, കണ്ണടയ്ക്കാത്തവർ. ആ ദേവന്മാർക്ക് പോലും പരനായ പ്രഭുവായിരിക്കുന്ന കാലം, ദേവന്മാരെ പോലും ബാധിക്കുന്നവനാണ് കാലം. എല്ലാവർക്കും പരമപ്രഭുവായിരിക്കുന്ന കാലം എത്ര ന, ഏതൊരിടത്ത് ഇല്ലയോ കാലത്തിൻ്റെ അനുഭവമില്ല, കാലത്തിൻ്റെ ഭാനമില്ല. നമുക്ക് ഉറക്കത്തിലും കാലമില്ല, അതുപോലെ ഇവിടെ സമാധിയിലും കാലമില്ല. ജഗതാം യേ ഈശ്വരേ ദേവഃ കുതഃ. അപ്പോൾ ഈ കാലം തന്നെ അവിടെ ഇല്ലെങ്കിൽ പിന്നെ ജഗത്തിൻ്റെ ഈശ്വരന്മാരായ ദേവന്മാരുടെ കാര്യം പറയണോ? അപ്പോൾ ദേവന്മാരും അവിടെ ഇല്ല. യത്ര സത്വം രജഃ തമഃ വികാരഃ മഹാൻ പ്രധാനം ന. യത്ര ഏതൊരവസ്ഥയിൽ, സമാധി അവസ്ഥയിൽ, അദ്വൈത അവസ്ഥയിൽ എന്തൊക്കെ ഇല്ല? അവിടെ സത്വം, രജസ്, തമസ് മുതലായ ഗുണവ്യത്യാസങ്ങളോ, വികാരഃ അഹങ്കാരമോ, മഹാൻ മഹത്തത്വമോ, പ്രധാനഃ അവ്യക്തമോ ന. പ്രധാനം എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി അല്ലെങ്കിൽ അവ്യക്തം എന്ന് പറയുന്ന അവസ്ഥയും,
വികാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ തന്നെ വികാരമായ അഹങ്കാരം, അതിൽ തന്നെ സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഭാവങ്ങൾ, ഇതിൻ്റെയൊക്കെ പ്രകടനങ്ങളാണ് ദേവന്മാരും. അപ്പോൾ ഈ ഭേദഭാവങ്ങൾ, ഈ തത്വങ്ങൾ, ഇതൊക്കെ തത്വങ്ങളാണ്. 24 തത്വങ്ങളിൽപ്പെട്ടതാണ് പ്രപഞ്ച നിർമ്മിതിക്ക് ആവശ്യമായ ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്. ആ ഭേദഭാവനയൊന്നും അവിടെ ഇല്ല. എവിടെ ഇല്ല? ഈ സമാധി അവസ്ഥയിലില്ല. ദ്വൈതമേ ഇല്ല, രണ്ടില്ല. അവിടെ ഏകമേവ അദ്വിതീയം ബ്രഹ്മ കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. അതാണ് അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് അവിടെ കർത്തവ്യങ്ങളൊന്നുമില്ല. കർത്തവ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട. എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. അല്ലേ? വിരമേത കൃത്യാത്. ദ്വൈതഭാവനകളെല്ലാം വെടിഞ്ഞ് അദ്വൈത ഭാവത്തിൽ ഉറച്ചിരിക്കുകയാണ് അവിടെ. പരം പദം വൈഷ്ണവമാമനന്തി തത് യന്നേതി നേതീതി അതതുൽസിസൃക്ഷവഃ വിസൃജ്യ ദൗരാത്മ്യമനന്യ സൗഹൃദാഃ ഹൃദോ ബഗുഹ്യാർഹ പദം പദേ പദേ. പരം പദം വൈഷ്ണവമാമനന്തി തത് യന്നേതി നേതീതി അതതുൽസിസൃക്ഷവഃ വിസൃജ്യ ദൗരാത്മ്യമനന്യ സൗഹൃദാഃ ഹൃദോ ബഗുഹ്യാർഹ പദം പദേ പദേ. ഇപ്പൊ ടഫായിരിക്കും, സാരമില്ല. ഇപ്പൊ ടഫായിക്കോട്ടെ, കുഴപ്പമില്ല. ഈ ടഫായിട്ടുള്ള അവസ്ഥയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം പഠിക്കുന്നത്. പരീക്ഷത്തിനും ടഫാണിപ്പോൾ. സുഖബ്രഹ്മർഷി ഇതൊക്കെ പറയുമ്പോൾ പരീക്ഷത്തും വായും പൊളിച്ചിരിക്കുകയാണ്. സുഖബ്രഹ്മർഷിക്കറിയാം, എനിക്കും അറിയാം ഇത് ടഫാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്കറിയുള്ളൂ എത്ര ടഫാണ് എന്നുള്ളത്. പക്ഷേ നിരന്തരം പ്രാക്ടീസ് ചെയ്താലോ, നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ അത് ഈസി ആയിട്ട് മാറും. ഇനി ഇത് ടഫാണെങ്കിൽ ഇരിക്കട്ടെ, ഇത് നിങ്ങളെ കമ്പൽ ചെയ്ത് ചെയ്യാൻ പറഞ്ഞില്ല. ഇത് ടഫായതുകൊണ്ടാണ് ഇതിന് മറ്റൊരു ഓപ്ഷൻ നൽകുന്നത്, ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇതിനേക്കാൾ എളുപ്പ വഴി നൽകുന്നത്. അതെന്താണ്? അതാണ് ഭാഗവതം. ആ ഭാഗവതത്തിലേക്ക് വരണേ ഉള്ളൂ. ഇത് ഭാഗവതത്തിൻ്റെ പുറം ഭാഗമാണ്. ഭാഗവതത്തിൻ്റെ മഹിമ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ടഫായിട്ടുള്ള മാർഗത്തെയൊക്കെ പറഞ്ഞു തരുന്നത്. ഇത് ടഫാണ്, ഇത് വേണ്ടവർ ഇതെടുത്തോളൂ. കേജിത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കേജിത് എന്ന് പറഞ്ഞത് ഓപ്ഷണലാണ്. ഒരു ചിലര് എന്നാണ്, എല്ലാവരും എന്ന് പറഞ്ഞില്ല. എല്ലാവർക്കും ഈ മാർഗം അഭ്യസിക്കാൻ പറ്റിയെന്ന് വരില്ല. മേൽപ്പത്തൂര് പ്രാർത്ഥിച്ചതും അതുതന്നെയാണ്. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാ സുതവ തുഷ്ടിമാപ്നുയാം. ഈ ഭാഗം പറയുമ്പോഴാണ് മേൽപ്പത്തൂർ അങ്ങനെ പറഞ്ഞത്. എനിക്ക് ആരോഗ്യം തന്നാൽ ഞാൻ ഒരു കൈ നോക്കാം. അപ്പോ ഇത് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന വഴിയാണെന്ന് പറഞ്ഞില്ല. ദിസ് ഈസ് നോട്ട് ആൻ ഈസി പാത്ത്. ഇതൊരു കേക്ക് വാക്കല്ല. ദിസ് ഈസ് എ ടഫ് പാത്ത്. ഉറപ്പന്നെ, സംശയം വേണ്ട. ആ ടഫ് പാത്തിനെ കാണിച്ചു തന്നിട്ട് പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് തരികയാണ് ഈസി ആയിട്ടുള്ള പാത്ത്. ഏത് പാത്ത്? ഭാഗവത ധർമ്മം. ഭാഗവത കഥകൾ ശ്രവിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാന് പൂജയാക്കി മാറ്റുമ്പോൾ
ഇതൊക്കെ ഈസി ആയിട്ട് സാധിക്കും. മനസ്സ് ഭഗവാനിൽ ഉറയ്ക്കും. ഭഗവത് തത്വം നമ്മുടെ ഉള്ളിൽ അറിയാതെ ഉറച്ചു പോകും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെ നമ്മൾ പാകത നേടും. അപ്പോൾ ഇത് മനസ്സിലായിട്ടില്ലെങ്കിലും ഇത് ടഫാണെങ്കിലും ഇതവിടെ ഇരിക്കട്ടെ. ഇത് എല്ലാവരെയും കമ്പൽ ചെയ്തിട്ട് നിങ്ങളൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. മനസ്സിലാവുണ്ടോ? ദിസ് ഈസ് ഓപ്ഷണൽ. ഇത് സെലക്ട് ചെയ്യാൻ അധികാരികളായിട്ടുള്ളവർ മാത്രം ഇത് തിരഞ്ഞെടുത്താൽ മതി. ബാക്കി സാർവജനീനമായിട്ടുള്ള മാർഗം, എല്ലാവർക്കും പിന്തുടരാവുന്ന ഈസി പാത്ത് അത് വരാനിരിക്കുന്നു. അത് ഈ ദ്വിതീയ സ്കന്ധത്തിൽ തന്നെ ഇനി 4-ാം അധ്യായത്തില് സുഖസാരസ്വതം പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ആരംഭിക്കുള്ളൂ. ഞാനത് പറഞ്ഞു കഴിഞ്ഞു, ഓർമ്മിക്കുക വീണ്ടും വീണ്ടും. അപ്പൊ ഇതൊക്കെ മറ്റ് മാർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഭാഗവത മാർഗം എന്നല്ല പറഞ്ഞത്. ഇത് പൂർവപക്ഷം എന്ന് വേണമെങ്കിൽ എടുക്കാം. ഇത് മറ്റ് ചില മാർഗങ്ങൾ. ദർ ആർ ഡിഫറെന്റ് വ്യൂസ്. പലതരത്തിലുള്ള ആളുകളുണ്ട്. ഭിന്ന രുചിർഹി ലോകാഹ. ജനങ്ങൾ വിവിധ രുചിക്കാരാണ്. എല്ലാവർക്കും ഒരേ രുചിയല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ മാർഗമല്ല. എല്ലാവർക്കും ഒരേ സൈസ് ഷൂ അല്ല. എല്ലാവർക്കും ഒരേ സൈസ് അണ്ടർവെയർ അല്ല. എല്ലാവർക്കും ടൈലർ മെയ്ഡാണ്. യു ക്യാൻ ചൂസ് യുവർ ഓൺ ഡിസൈൻ ആൻഡ് യുവർ ഓൺ മെഷേഴ്സ്. അതാണ് സനാതനധർമ്മം. അപ്പം അതിലേക്ക് വലിയ വിശാല പാതയിലേക്ക് വരണേ ഉള്ളൂ. പേടിക്കണ്ട. ഇത് ടഫാണെന്ന് വിചാരിച്ച് അയ്യോ ഭാഗവതം ടഫാണെന്ന് കരുതരുത്. ഭാഗവതം ഈസിയാണ്. ഭാഗവതത്തിൽ ഈ മുൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ടഫ്. മനസ്സിലാക്കുക. ഇത് ഭാഗവതമാണെന്ന് കരുതണ്ട. അപ്പോൾ ഇത് ഭാഗവതം ആണെന്ന് കരുതണ്ട. ഇത് ഭാഗവതത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ്. പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞ വിഷയങ്ങളാണ്. കേജിത് എന്നാ പറഞ്ഞത്. ഒരു ചിലരുടെ മാർഗമാണിത് എന്ന് പറഞ്ഞതാണ്. അത് നമ്മൾ പക്വതയുണ്ടെങ്കിൽ തിരഞ്ഞെടുത്തോളൂ, ഇല്ലെങ്കിൽ വിട്ടോളൂ. നമുക്കുള്ള വഴി വേറെയുണ്ട്. അതെ, അത് കാത്തിരിക്കും. അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ പരംപദം വൈഷ്ണവമാമനന്ദി തത് യന്നേതി നേതീതി അതദുൽസിസൃക്ഷവഃ വിസൃജ്യ ദൗരാത്മ്യമനന്യ സൗഹൃദാഃ ഹൃദോ ബഗുഹ്യാർഹപദം പദേ പദേ യത് അതത് നേതി നേതി ഉൽസിസൃക്ഷവഃ. യാതൊന്ന് കാരണമായിട്ട് അതത് എന്ന് പറഞ്ഞാൽ വസ്തുതയല്ലാത്തത്, അതല്ലാത്തത്, സത്യമല്ലാത്ത വസ്തുക്കളെ, ആത്മാവല്ലാത്ത വസ്തുക്കളെ നേതി നേതി ഇതല്ല എന്ന് ഉൽസിസൃക്ഷവഃ എന്ന് പറഞ്ഞാൽ തദുൽസിസൃക്ഷവഃ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഉത്സർജിക്കുവാൻ ഇച്ഛിക്കുന്നവർ, ഉപേക്ഷിക്കുവാൻ. അപ്പോൾ അനാത്മഭാവത്തെ, അതാണ് ദൗരാത്മ്യം. വിസൃജ്യ ദൗരാത്മ്യം എന്ന് പറഞ്ഞാൽ ദുഷിച്ച വസ്തുക്കളിലുള്ള ആത്മഭാവം, ദേഹാദികളിലുള്ള ആത്മഭാവത്തെ വെടിഞ്ഞ് അർഹപദം, അർഹനായിരിക്കുന്ന പൂജാർഹനായിരിക്കുന്ന ഭഗവാന്റെ പദത്തെ പദേ പദേ ഹൃദാ ഉപഗൂഹ്യ, ഓരോ ക്ഷണത്തിലും ഹൃദയം കൊണ്ട് ആശ്ലേഷിച്ച് ആലിംഗനം ചെയ്ത് അനന്യ സൗഹൃദാഹ, മറ്റൊന്നിലും താല്പര്യമില്ലാത്തവരായി, അന്യവസ്തുക്കളിൽ സൗഹൃദം വയ്ക്കാതെ വൈഷ്ണവം പദം പരം ആമനന്തി, വൈഷ്ണവം വിഷ്ണുവിനെ സംബന്ധിക്കുന്ന സ്ഥാനം എന്ന് പറയുന്ന ഈ ശ്രേഷ്ഠമായ പദവിയെ അറിയുന്നു. അപ്പോൾ ഇതൊരു മാർഗം. അഷ്ടാംഗ യോഗത്തിലെ ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെയുള്ള മാർഗത്തിലൂടെ ഈ വൈഷ്ണവ പദത്തെ അറിഞ്ഞുകൊണ്ട് ആ വൈഷ്ണവ പദത്തിലേക്ക് അവര്
പ്രവേശിക്കുന്നു. എങ്ങനെ? ഈ ദേഹം വെടിഞ്ഞുകൊണ്ട്. സ്വന്തം ഇച്ഛപ്രകാരം സ്വന്തം പ്രാണനെ ഈ ദേഹത്തിൽ നിന്ന് വേർപെടുത്തി ഈ ദേഹത്തെ ഉപേക്ഷിച്ച് അവര് വൈഷ്ണവ പദത്തെ പ്രാപിക്കുന്നു. ആരാണത്? യതികൾ, യോഗികൾ. ഭക്തന്മാരുടെ കാര്യമല്ല പറഞ്ഞത്. അപ്പോൾ ആ വൈഷ്ണവ പദത്തെ അവരും പ്രാപിക്കുന്നു. അവർ പ്രാപിക്കുന്ന അതേ പദം നമുക്കും പ്രാപിക്കാം. ഇവരിത്രയും കഷ്ടപ്പെട്ട് പ്രാപിക്കുന്ന പദത്തെ നമുക്ക് ഈസി ആയിട്ട് പ്രാപിക്കാം. അതിനുള്ള വഴി പറഞ്ഞു തരാം. ചുളുവിലുള്ള വഴിയുണ്ട്, ഷോർട്ട് കട്ട് ഉണ്ട്, രാജപാതയുണ്ട്. ധൈര്യമായിട്ടിരിക്കൂ. ഇത് മനസ്സിലാവണില്ല, ടഫാണ്, ഇതൊന്നും ഞങ്ങളെ കൊണ്ട് അനുഷ്ഠിക്കാനാവില്ല എന്ന് പറഞ്ഞ് ബേജാറാവണ്ട. ഇപ്പൊ ശരിയാക്കി തരാം. ഇത്തം മുനിസ്തൂപരമേദ്വ്യവസ്ഥിതോ വിജ്ഞാനദൃഗ്വീര്യസുരന്ദിതാശയഃ സ്വപാർഷ്ണിനാ പീഡ്യഗുദം തതോനിലം സ്ഥാനേഷു ഷട്സു ഉന്നമയേ ജിതക്ലമഃ. ഇത്തം മുനിസ്തു ഉപരമേദ്വ്യവസ്ഥിതോ വിജ്ഞാനദൃഗ്വീര്യസുരന്ദിതാശയഃ സ്വപാർഷ്ണിനാ പീഡ്യഗുദം തതോനിലം സ്ഥാനേഷു ഷട്സുന്നമയേ ജിതക്ലമഃ. ഇങ്ങനെ മുനി, യതി, യോഗി, ആ മുനിമാർ ഇത്തം വ്യവസ്ഥിത, ഇങ്ങനെയുള്ള നിശ്ചയത്തോടു കൂടിയിട്ട് വിജ്ഞാനദൃക് വീര്യസുരന്ദിതാശയ. വിജ്ഞാനദൃക്ക് എന്ന് പറഞ്ഞാൽ ആ വിജ്ഞാന ദൃഷ്ടി, അറിവാകുന്ന കണ്ണ്. ആ അറിവാകുന്ന കണ്ണുകൊണ്ട് അതിലുണ്ടാകുന്ന വീര്യം, വീര്യം എന്ന് പറഞ്ഞാൽ ശക്തി തന്നെയാണ്. ആ അറിവിലുറച്ച ശക്തി, ആത്മവിശ്വാസം, ആ വിജ്ഞാനദൃക് വീര്യം കൊണ്ട് സുരന്ദിത ആശയ. സുരന്ദിതം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ നശിപ്പിക്കപ്പെട്ടത്. എന്ത്? ആശയം. ആശയം എന്ന് പറഞ്ഞാൽ അന്ധക്കരണം, അന്ധക്കരണത്തിലെ വാസനകൾ. അപ്പോൾ വാസനകളെയെല്ലാം പൂർണ്ണമായി നശിപ്പിച്ച്, അപ്പോൾ ജ്ഞാനം കൊണ്ട് ഈ പറഞ്ഞ ലോക വിഷയങ്ങളോടുള്ളതായിട്ടുള്ള ആസക്തികളോ ആശകളോ പാശങ്ങളോ മമതകളോ എല്ലാ വാസനകളെയും നശിപ്പിച്ചിട്ട് ഒരു മുനി എന്ത് ചെയ്യണു? ഉപരമേത്, എല്ലാറ്റിൽ നിന്നും ഉപരമിക്കുന്നു, ഉപരമിക്കണം. എന്നിട്ടോ സ്വപാർഷ്ണിന ഗുദം ആപീഡ്യ, സ്വന്തം പാർഷ്ണി കൊണ്ട്, പാർഷ്ണി എന്ന് പറഞ്ഞാൽ കുതികാല്, പത്മാസനത്തിലോ സിദ്ധാസനത്തിലോ ഇരുന്നു കൊണ്ട് കാലിൻ്റെ കുതിഭാഗം കൊണ്ട്, പാർഷ്ണി ഭാഗം കൊണ്ട്, ഹീൽ അല്ലേ, ആ ഹീലിനെയാണ് പാർഷ്ണി എന്ന് പറയുന്നത്. ആ കുതിഭാഗം കൊണ്ട് എന്ത് ചെയ്യണം? ഗുദം ആപീഡ്യ, ഗുദത്തെ, മൂലാധാരത്തെ പീഡിപ്പിച്ചിട്ട്, എന്ന് വെച്ചാൽ തള്ളിപ്പിടിച്ചിട്ട്, എന്ന് വെച്ചാലോ പ്രാണൻ ത്യജിക്കാൻ പോവുകയാണ് ഈ യോഗി. അപ്പൊ യോഗി തൻ്റെ പ്രാണൻ ത്യജിക്കുമ്പോൾ ആ പ്രാണൻ താഴെ കൂടെ പോകരുത്, ആ പ്രാണനെ മുകളിലേക്ക് തള്ളുകയാണ്. താഴെ പ്രഷർ കൊടുത്തിട്ട് താഴത്തുനിന്ന് മുകളിലേക്ക് ഉദ്ധരിക്കുകയാണ്. അതിനാണ് മൂലത്തില് കുതികാലിനെ പ്രസ് ചെയ്ത് പിടിക്കണു, ആ ദ്വാരം അടച്ചു പിടിക്കണു. മൂലബന്ധം എന്ന് പറയും. ആ മൂലബന്ധം ചെയ്തിട്ട്, അതാണ് ഇവിടെ പറഞ്ഞത്. ആപീഡ്യ, ഗുദമാപീഡ്യ തതഃ അനിലം ഷട്സു സ്ഥാനേഷു ജിതക്ലമഃ ഉന്നമയേത്. അവിടെ നിന്ന്, ആ മൂലാധാരത്തിൽ നിന്ന് ആ പ്രാണനെ, അതാണ് അനിലം, അനിലനെ, വായുവിനെ, ഷട്സു സ്ഥാനേഷു 6 സ്ഥാനങ്ങളിലേക്ക് ജിതക്ലമഃ, യാതൊരു പ്രയാസവും കൂടാതെ, ഉന്നമയേത്, ഉന്നമിക്കണം, ഉയർത്തണം, ഉദ്ധരിക്കണം. അപ്പോൾ ഒരു യോഗി തൻ്റെ ദേഹം ത്യജിക്കാൻ ഉദ്ദേശിക്കുന്നതിനെയാണ് ഇവിടെ പറയുന്നത്. അല്ല നമ്മുടെ കാര്യമല്ല പറയണത്. പേടിക്കേണ്ട ആവശ്യമില്ല ആരും. നിങ്ങൾക്കത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഇറ്റ്സ് അപ് ടു യു, ഇറ്റ്സ് യുവർ ഓപ്ഷൻ. അപ്പൊ എങ്ങനെയാണ് യോഗികൾ നിരന്തരമായി അഭ്യസിച്ച് വെച്ചിട്ടുണ്ടാവും ഇത്. എങ്ങനെയാണ് മൂലാധാരം ബന്ധിക്കുന്നത്, മൂലബന്ധം ചെയ്തുകൊണ്ട് പ്രാണനെ മുകളിലേക്ക് ഉദ്ധരിക്കുന്നത് എന്നൊക്കെ അവർ ദിവസേന പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ചെയ്തത് ഈ മരണം തീരുമാനിച്ചു കഴിഞ്ഞാൽ, സ്വന്തം ദേഹം
ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചാൽ അത് പിന്നെ പ്രായോഗികമാക്കുകയാണ് പൂർണ്ണമായിട്ട്. അങ്ങനെ ഗുദത്തെ അടച്ചു പിടിച്ച് ആ മൂലാധാരത്തിലുള്ള പ്രാണനെ 6 സ്ഥാനങ്ങളിലൂടെ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെ മുകളിലോട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് എന്ന് പറയണം. അങ്ങനെ മുകളിലോട്ട് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്ന ആ സഹസ്രാരത്തിൻ്റെ മുകളിലുള്ള ബ്രഹ്മരന്ധ്രത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം പ്രാണനെ. ഇതൊക്കെ ഭാവന കൊണ്ട്, അഭ്യാസം കൊണ്ട് സാധിക്കുന്നവരാണ് ഈ അഷ്ടാംഗ യോഗികൾ, ഹഠയോഗികൾ എന്നൊക്കെ പറയുന്നവർ. അവരത് അഭ്യസിച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ കാര്യമല്ല പറയുന്നത്. അപ്പം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന് നാഭ്യാം സ്ഥിതം ഹൃദി അതിരോപ്യ തസ്മാത് ഉദാനഗത്യോരസിതം നയേന്മുനി തതോനുസന്ധായ ധിയാ മനസ്വി സ്വതാലുമൂലം ശനകൈർനയേത തസ്മാത് ഭ്രുവോരന്തരമുന്നയേത നിരുദ്ധ സപ്താസ്വയനോനപേക്ഷഃ സ്ഥിത്വാ മുഹൂർത്താർദ്ധമകുണ്ഡ ദൃഷ്ടി നിർഭിദ്യമൂർധൻ വിസൃജേത് പരം ഗതഃ. അപ്പൊ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന് പിന്നെ നാഭിയിലേക്ക് വന്നു ചേർന്ന വായുവിനെ ഹൃദി അതിരോപ്യ അനാഹത സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ട് ഹൃദയത്തിലേക്ക് കയറ്റിയിട്ട് പിന്നീട് അവിടുന്ന് ഉദാനഗത്യ, ഉദാനൻ എന്ന വായുവിനെ കൊണ്ട് ഉരസി പിന്നെയും അവിടുന്ന് മുകളിലോട്ട് ഉയർത്തിയിട്ട് ഉരസിൽ തം മുനിഹി നയേത, പിന്നീട് ധീരനായിട്ടുള്ള അവൻ മനസ്വീ തതഃ ദിയാ അനുസന്ധായ, ബുദ്ധി കൊണ്ട് അനുസന്ധാനം ചെയ്ത് ശനകൈഹി സ്വതാലുമൂലം നയേത. താലുമൂലം എന്ന് പറഞ്ഞാൽ അണ്ണാക്കിന്റെ മൂലയ്ക്ക് വിശുദ്ധിയുടെ സ്ഥാനത്തേക്ക് നയിക്കണം. അപ്പൊ ഇങ്ങനെ ക്രമത്തില് മുകളിലോട്ട് ഉയർത്തുന്നതിനാണ് ഇവിടെ പറയുന്നത്. ഷഡാധാരങ്ങളും കടന്ന് പ്രാണനെ ഇപ്പൊ തൊണ്ടയിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് തസ്മാത് അവിടെ നിന്ന് ഭ്രുവോഹോ അന്തരം ഉന്നയേത, അവിടുന്ന് പിന്നെ ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവരണം, ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുവരണം പ്രാണനെ. പിന്നെയോ നിരുദ്ധ സപ്താസ്വയനഃ, 7 പ്രാണമാർഗങ്ങളെയും നിരോധിച്ചിട്ട് എന്ന് പറഞ്ഞാലോ, ചിലപ്പോൾ കണ്ണുകൂടെ, മൂക്കുകൂടെ, വായിക്കൂടെ, ചെവി കൂടെയൊക്കെ പ്രാണൻ പോകാം. ഇതിനെയൊക്കെ നമ്മുടെ അഭ്യാസം കൊണ്ട് തടഞ്ഞിട്ട് നിരോധിച്ചിട്ട് കണ്ണിലൂടെയും മൂക്കിലൂടെയും വായിലൂടെയും ചെവിയിലൂടെയും പ്രാണൻ പോകാതെ അതിനെ ഉള്ളിൽ അടക്കി പിടിച്ചിട്ട് മൂർധാവിലേക്ക് നയിക്കണം. ഇതൊക്കെ യോഗ സമ്പ്രദായമാണ്, എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. നിങ്ങളാരും അഭ്യസിക്കും വേണ്ട, നാളെ പോയിട്ട് ചെയ്തു നോക്കണ്ട, എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ സ്വാമിയെ വിളിക്കണ്ട. അതുകൊണ്ട് അത് അഭ്യസിക്കുന്നവർ അഭ്യസിക്കട്ടെ. ഇത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ആവർത്തിച്ച് പറയുന്നു. ദിസ് ഈസ് നോട്ട് ഫോർ യു, ദിസ് ഈസ് നോട്ട് അവർ കപ്പ് ഓഫ് ടീ. അപ്പോ അങ്ങനെ എന്താ പറയുക, ഭ്രുവോരന്തരം ഉന്നയേത, ഭ്രൂവിന്റെ അന്തരത്തിലേക്ക് നയിച്ച് നിരുദ്ധ സപ്താസ്വയന, സപ്ത അസു അയനങ്ങൾ, അസു പ്രാണനാണ്, പ്രാണന്റെ മാർഗങ്ങളാണ് അസു അയനങ്ങൾ. ഇപ്പൊ കണ്ണിലൂടെ പോവാം. ചില ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കാണാം നമുക്ക് കണ്ണ്, മൂക്ക്, വായിലൊക്കെ പ്രാണൻ പോയിരിക്കുന്നത്, അതിന്റെ ലക്ഷണങ്ങൾ കാണാം. അപ്പൊ അതുപോലെ പോകാതെ 7 ദ്വാരങ്ങളിലൂടെയും പോകാതെ, ഇവിടെ 7 ദ്വാരങ്ങളാണ്, 2, 2, 1, 5, മൊത്തം 2, 7. ഈ 7 ദ്വാരങ്ങളിലേക്കും പ്രാണനെ പുറത്തേക്ക് വിടാതെ നിരോധിച്ചിട്ട് അനപേക്ഷ, ഒന്നിലും താല്പര്യമില്ലാതെ നിസ്സംഗനായി അനപേക്ഷനായി മുഹൂർത്താർദ്ധം സ്ഥിത്വ, ഒരു അർദ്ധമുഹൂർത്ത സമയം ഇരുന്നിട്ട് പിന്നെയോ അകുണ്ഠ ദൃഷ്ടി, യാതൊരു പരിഭ്രമവും ഇല്ലാത്തവനായിട്ട്, ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ദർശനം, ബുദ്ധി. അപ്പോൾ ഒരു പരിഭ്രമവും ബുദ്ധിയിലില്ലാതെ എന്ത് ചെയ്യണം, മൂർധൻ നിർഭിദ്യ, മൂർധാവിനെ ഭേദിച്ചിട്ട്, ബ്രഹ്മരന്ധ്രം ഭേദിച്ചിട്ട് പരം ഗതഃ, പരലോകം ഗമിക്കുന്നവനായിട്ട് വിസൃജേത്, പ്രാണനെ വെടിയണം, ഈ ശരീരത്തെ ഉപേക്ഷിക്കണം, വിസൃജേത് വിസർജിക്കണം. അപ്പൊ ദേഹത്തെയും ഇന്ദ്രിയങ്ങളെയും വിട്ട് ഊർധ്വലോകങ്ങളിലേക്ക് പോകണം. ഇനി ഊർധ്വലോകം പോകണ്ടാത്തവൻ സദ്യോമുക്തി, അത് കഴിഞ്ഞ് അല്ലാത്തവൻ ക്രമമുക്തി, അതിലേക്ക് വരാൻ പോകുന്നതാണ് 22 മുതൽക്കുള്ള ശ്ലോകങ്ങൾ. അപ്പൊ 2 കൂട്ടർക്കും
യോഗികൾക്ക് ഇങ്ങനെ ബ്രഹ്മരന്ധ്രം ഭേദിച്ച് ശരീരത്തെ ഉപേക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് എവിടേക്ക് പോകണം എന്നുള്ളത് പിന്നീട് തീരുമാനിക്കാം നമുക്ക്. അല്ലെങ്കിൽ ആദ്യമേ തീരുമാനിച്ചിട്ട് പുറപ്പെട്ടാൽ മതി. സദ്യോ മുക്തി വേണോ ക്രമമുക്തി വേണോ എന്നുള്ളത് അതിനെക്കുറിച്ച് 22 മുതൽക്കുള്ള ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. പേടിക്കൊന്നും വേണ്ട, അതൊന്നും നമുക്കുള്ളതല്ല എന്ന് വെച്ചാൽ മതി. സോ ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ, ഇങ്ങനെയും ആവാം എന്നുള്ള മാർഗം പറഞ്ഞു തന്നാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. അപ്പോൾ 3 മണിക്ക് ഗൂഗിൾ മീറ്റിൽ വരുന്നവർക്കൊക്കെ വരാം. സൗന്ദര്യലഹരിയെക്കുറിച്ചുള്ള ഒരു ചർച്ച. ഹരി ഓം. നാരായണ.